അവന്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാളും ഒരു മനുഷ്യന് ഇഷ്ടമുണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാകണം. അതുവരെ അവന്റെ വിശ്വാസം പൂർണ്ണമല്ല എന്നാണ്. ഒരാൾക്ക് ഈമാനിന്റെ മധുരം അനുഭവിക്കണമെങ്കിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത് സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടോ അതുകൊണ്ട് അവൻ ഈമാനിന്റെ മധുരം അനുഭവിച്ചവനാണ്. അതിലൊന്നാമതായി എണ്ണിയത് മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. ലോകത്ത് അള്ളയും റസൂലും അല്ലാതെ ഇനി എന്തെല്ലാം ഉണ്ടോ അതിനേക്കാളൊക്കെ ഇഷ്ടമുണ്ടാകേണ്ടത് ആരോടാ? അള്ളാഹിനോടും അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമാണ്. വിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ ആയത്തിൽ ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും എന്ന് പറഞ്ഞ് അള്ളാഹു ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. അത്താണിയേക്കാനും അവലംബമേക്കാനും കൂടെ നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കളെക്കാൾ, കണ്ണിന് ആനന്ദം നൽകുന്ന തരുണീമണികളായ മക്കളെക്കാൾ, സമാധാനം കണ്ടെത്തുന്ന ഭവനങ്ങളെക്കാൾ, നഷ്ടം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവട സാമ്രാജ്യങ്ങളെക്കാൾ, താങ്ങായി തണലായി വർത്തിക്കേണ്ടി വരുന്ന സാഹോദര്യ ബന്ധങ്ങളെക്കാൾ, ഏത് സമയവും കടന്നു ചെല്ലാൻ കഴിയുന്ന കുടുംബ ബന്ധങ്ങളെക്കാൾ ഏറ്റവും വലിയ മഹബ്ബത്ത് ഉണ്ടാകേണ്ടത് ആരോടാ? അള്ളാഹിനോടാകണം. അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാകണം. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തോടായിരിക്കണമെന്നാണ്. അപ്പൊ ഏറ്റവും വലിയ മഹബ്ബത്ത് ഉണ്ടാവേണ്ടത് അള്ളാഹുവിനോടും പ്രവാചകനോടുമാണ്. നബിയെ സ്നേഹിക്കണമെന്നുള്ളതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനുള്ളത്? ഷഹാദത്തിന്റെ 2-ാമത്തെ സാക്ഷ്യവാക്യമായ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നവരാ നമ്മളൊക്കെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ടെന്ന് പ്രഖ്യാപിക്കുമ്പോ അതെങ്ങനെയാണ് ജീവിതത്തിലൂടെ കൊണ്ടുവരാം? മഹാനായ ശൈഖ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവിടെ നിന്ന് പറയുന്നുണ്ട്, ത്വഅതുഹു ഫീമാ അമറ. ആ പ്രവാചകൻ നമ്മളോട് എന്തൊന്ന് കൽപ്പിച്ചുവോ അതിനെ അനുസരിക്കലാണ് മുത്തുനബിയിലുള്ള സാക്ഷ്യം, ആ പ്രവാചകനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ. അള്ളാന്റെ ഹബീബ് ഏതൊന്ന് കൽപ്പിച്ചോ അതിനെ പൂർണ്ണമായി അനുസരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിന്റെ 4-ാം അധ്യായം സൂറത്ത് നിസാഇന്റെ 59-ാമത്തെ ആയത്ത്, സൂറത്ത് മുഹമ്മദിന്റെ അവസാന ഭാഗങ്ങളിലും അതേ ആശയങ്ങളെ കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളായ ആളുകളെ, അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹനെ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് വ അത്തിഉർ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബിനെയും നിങ്ങൾ പരിപൂർണമായി അനുസരിക്കണേ. ഭാഷാപരമായി അല്ലാഹനെ അനുസരിക്കണമെന്ന് പറഞ്ഞ് പ്രവാചകനെ അനുസരിക്കണമെന്ന് പറയാൻ അത്തിഉല്ലാഹ വർ റസൂൽ അത്തഫിന്റെ വാവ് കൊടുത്ത് പറഞ്ഞാൽ മതി. പക്ഷെ ഖുർആൻ ആ ഫിഉലു അംറിനെ 2 പ്രാവശ്യം അല്ലാഹ് ആവർത്തിക്കുന്നുണ്ട്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. സൂറത്ത് മുഹമ്മദിലും അതേ രൂപം തന്നെയാണ്. അള്ളാഹുവിനോട് അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ നിരുപാധികമുള്ള അനുസരണമാണ്. അതുപോലെ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞ് ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഇല്ല, പരിപൂർണമായി നിരുപാധികം അനുസരിച്ചോളണം. എന്നാൽ 3-ാമതായി പറഞ്ഞു വഉലിൽ അംരി മിൻകും, കൈകാര്യകർത്തുക്കളായ നേതാക്കന്മാരനുസരിക്കണം. അവിടെ അത്യാവൊന്ന് ചേർത്തി പറഞ്ഞില്ല. അഥവാ നേതാക്കന്മാരോടുള്ള അനുസരണം നിരുപാധികമല്ല, ഉപാധികളോടുകൂടെയാണ്. അവരെന്ന് ഹക്കിന്റെ മാർഗത്തിലുണ്ടോ അക്കാലം അത്രയും അവരനുസരിക്കണം. അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അവരെ അനുസരിക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണമായ അനുസരണമാണ്. ആയത്തിന്റെ അവസാനത്തിൽ വീണ്ടും അല്ലാഹ് പറയാണ്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വരികയാണോ, ഫർദൂഹു ഇലല്ലാഹി വർ റസൂൽ, ആ വിഷയത്തെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടക്കണമെന്നാണ്. തർക്കമുണ്ടോ? ഖുർആനിലേക്കും ഹദീസിലേക്കും ആ വിഷയത്തെ നിങ്ങൾ മടക്കണേ. അങ്ങനെ പൂർണ്ണമായി അള്ളാഹനെയും റസൂലിനെയും അനുസരിക്കണമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞിട്ടുണ്ടോ ജീവിതങ്ങളിലൂടെ
നോക്കണേ, ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭങ്ങളില് അള്ളാഹന്റെ ഹബീബിന്റെ ചുണ്ടുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോ അവസാനമായി ഞങ്ങളോട് വല്ല വസിയത്തും നൽകുമോ എന്നറിയാ പ്രവാചകന്റെ ചുണ്ടിലേക്ക് കാതോർത്തുകൊണ്ടിരിക്കുന്ന കുടുംബത്തിനോട് ആയിഷ, ഹസനേ, ഹുസൈനേ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ പ്രവാചകനെ വിളിച്ചില്ല, മറിച്ച് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നമ്മെ പോലും ഉൾക്കൊള്ളിച്ചു കൊണ്ടെന്ന് വിളിച്ചു പോയത് ഉമ്മത്തി ഉമ്മത്തി അസ്വലാ അസ്വലാ. നിസ്കാരത്തിന്റെ കാര്യമൊന്ന് ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. അനുസരിക്കാൻ കഴിഞ്ഞോ ജീവിതങ്ങളിലൂടെ? വഫാത്തിന്റെ രോഗത്തിലൂടെ 3 തവണയും പ്രയാസപ്പെട്ടുകൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകന് അള്ളാഹാന്റെ പള്ളിയിലേക്ക് കടന്നു വന്നത് എന്നുണ്ടെങ്കിൽ ആ നിസ്കാരത്തോടൊരു ശ്രദ്ധ കാണിക്കുക. പ്രിയമുള്ളവരെ, നബി സ്നേഹത്തിന്റെ പേര് പറഞ്ഞ റാലിയിലൂടെ മുദ്രാവാക്യം വിളിക്കുന്നവരോട്, പള്ളി അലങ്കരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരോട്, പായസം വിളമ്പി നിൽക്കാൻ ആർജവം കാണിക്കുന്നവരോട്, റാലിക്ക് മുമ്പെങ്ങാനും ഖതീബ് മൈക്കിലൂടെ അനൗൺസ് ചെയ്താൽ ഒരു 5 ദിവസമെങ്കിലും മുടങ്ങാതെ സുബഹി നമസ്കരിച്ച ആളുകള് ഇന്നിന്റെ റാലിക്ക് മതി എന്ന് പറഞ്ഞ എത്ര ആളുകളാണ് റാലിക്ക് കിട്ടാൻ ലഭ്യമാവുക? അവിടെയൊന്നും നബിയോട് സ്നേഹമില്ലയോ? അനുസരിച്ചോ? ലോകത്തിന്റെ പ്രവാചകനോട് അനുസരണമാണ് മറ്റു സ്നേഹം പ്രകടിപ്പിക്കാനുള്ളത്. അള്ളാന്റെ ഹബീബ് ഇതൊരു കാര്യം നമ്മളോട് അറിയിച്ചു തന്നോ, അതിനെ സത്യപ്പെടുത്തല, ജീവിതത്തിലൂടെ സത്യപ്പെടുത്തലാണ്. പരലോകത്തിനെ പറ്റി പറയുമ്പോ, ഒയ്വിയായ വിശ്വാസങ്ങളെ പറയുമ്പോ, ഖിയാമത്തിനെ പറയുമ്പോ, പ്രിയമുള്ളവരെ, എന്റെ നബിയാണോ പറഞ്ഞത് അത് ഞാൻ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അള്ളാന്റെ ഹബീബ് പാടില്ല എന്ന് പറഞ്ഞ് ഏതൊരു കാര്യം നമ്മളോട് വിരോധിച്ചിട്ടുണ്ടോ അതിനെ പൂർണ്ണമായി ഒഴിവാക്കലാണ്. മുത്തനബി വേണ്ട എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അതിനെ ഒഴിവാക്കുക ജീവിതത്തിൽ നിന്ന്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഴിയിൽ തടസ്സം ഉണ്ടാക്കാൻ പാടില്ല, മാർഗതടസ്സങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളെ മാറ്റല്, തടസ്സം നീക്കലൊക്കെ ഈമാന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ റസൂൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? മൃഗങ്ങളെ പോലെ നടന്നു തിന്നരുത് എന്ന് പ്രവാചകന്റെ ഹദീസുകളുണ്ട്. മുത്തുനബിയുടെ പേര് പറഞ്ഞിട്ട് തന്നെ ആ ദിവസം നമ്മൾ അതിനെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത്. അതുപോലെ ഏതൊരു കാര്യം അള്ളാന്റെ മുത്തുനബി വേണ്ട എന്ന് പറഞ്ഞോ അത് ഒഴിവാക്കലാണ്. 4ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പ്രവാചകൻ മതമായി പഠിപ്പിച്ചതല്ലാതെ ആരാധന ചെയ്യാൻ പാടില്ല. അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതമായി പഠിപ്പിച്ചതല്ലാതെ ഇബാദത്ത് എടുക്കാൻ പാടില്ല. അഥവാ ഒരു പുത്തൻ ആചാരവും മുത്തുനബിയോട് ഇഷ്ടമുണ്ടോ, മുത്തുനബിയോട് സ്നേഹമുണ്ടോ, ആ പ്രവാചകൻ പഠിപ്പിക്കാത്തതൊന്നും മതത്തിൽ കൊണ്ടുവരാൻ പാടില്ല. അത് റബീഉൽ അവ്വലിലും പാടില്ല, റമദാനിലും പാടില്ല, ശവ്വാലിലും പാടില്ല, 12 മാസം പാടില്ല. അള്ളാന്റെ ഹബീബ് മതമാക്കാത്തത് അവിടെയാ നമ്മൾ പഠിക്കേണ്ടത്. എന്തുകൊണ്ടാണ് റബീഉൽ അവ്വൽ 12ന്റെ ആഘോഷത്തിനെ, നമ്മൾ ഈ പറയുന്ന നബിദിന ആഘോഷത്തിനെ എന്തുകൊണ്ടാണ് നമ്മൾ വേണ്ട എന്ന് പറയാനുള്ള കാരണം? എന്തുകൊണ്ടാ പറയണേ? നിങ്ങൾ നോക്ക്, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതമായി പഠിപ്പിക്കാത്ത ഒന്നാണ്. അതുകൊണ്ട് നബിയോട് സ്നേഹമുള്ള ആളുകൾ എന്താ ചെയ്യാ? പ്രവാചകൻ പഠിപ്പിക്കാത്തത് മതമായി അനുഷ്ഠിക്കാതിരിക്കലാണ് പ്രവാചക സ്നേഹമെന്ന തത്വത്തിലേക്ക് വരും. റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ജന്മദിനാഘോഷം തന്നെ ഒരാളുടെയും ബർത്ത്ഡേ ഇല്ല എന്നുള്ളത് അംഗീകരിക്കുന്നവരാണ് സമസ്ത പണ്ഡിതന്മാരും. അങ്ങനെ ഇല്ലാത്തൊരു കാര്യം നബീന്റെ പേരിൽ ആഘോഷിക്കുമ്പോഴോ? ഇനി 2ാമത്തെ വിഷയം, ലോകത്തിലൂടെ കടന്നു വന്ന ഒരു പ്രവാചകന്മാരുടെയും ജന്മദിനാഘോഷങ്ങൾ ഉണ്ടായിട്ടില്ല.
ഫറോമാരായ രാജാക്കന്മാരെ ദൈവത്തിന്റെ സ്ഥാനത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ആദ്യമായി ജന്മദിനാഘോഷങ്ങൾ കടന്നു വരണേ. പിന്നീടാണ് ക്രിസ്തുമതത്തിലും ജൂതമതത്തിലും ഈ ആഘോഷങ്ങൾ ഇടം പിടിക്കുന്നത് പ്രവാചകന്മാരുടെ പേരിൽ. അതിന്റെ താവടിയായിട്ടാണ് ഈ മുസ്ലിം സമൂഹത്തിലും ഇത് കടന്നു വന്നത്. ജോസഫൻസ് അഗെയിൻസ്റ്റ് ആപ്പിയൻസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ പരിശോധിക്കുമ്പോൾ കാണാം. ഞാൻ ചില റഫറൻസ് മാത്രം പറഞ്ഞതാണ്. എൻസൈക്ലോപീഡിയ ജൂദായിക്, കത്തോലിക് എൻസൈക്ലോപീഡിയ, ദി വേൾഡ് ബുക്ക് എൻസൈക്ലോപീഡിയ, ഇവിടൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാം, ലോകത്താദ്യമായി പൂർവികരായ ഒരു പ്രവാചകന്മാരുടെയും ജന്മദിനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഫറോമാരിൽ നിന്ന് കടമെടുത്ത് ഈ ഫറോമാരെ രാജാക്കന്മാരാക്കാൻ വേണ്ടി ഇതിനെ കൊണ്ടുവന്ന് അതിലൂടെ എന്നിട്ടാണ് ക്രിസ്തുമതത്തിൽ പോലും ജൂതമതത്തിൽ പോലും ഇത് കടന്നു വന്നത്. നമ്മൾ പരിശോധിച്ചു നോക്കി എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്നുള്ളതിലെ ഒന്നാമത്തെ കാരണം അത് ബിദ്അത്താണ്, പുത്തൻ ആചാരമാണ് എന്നുള്ളതാണ്. അത് വെറുതെ പറയണൊന്നുമില്ല, വെറുതെ പറയുന്നതല്ല. ആധികാരികമായി ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കും, രേഖകൾ ഉദ്ധരിക്കും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ സാന്ദർഭികമായിട്ട് പറയാം. ഇത് പറയുമ്പോൾ അത് ഉള്ളത് തന്നെയാണോ? മിനിമം ഒരു ആൻഡ്രോയിഡ് ഫോൺ കയ്യിലില്ലാത്ത ആരോടെ ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് അതിനെ പരിശോധനക്ക് വിധേയമാക്കാം. മെറ്റുണ്ട്, ജെമിനി ഉണ്ട്, ചാറ്റ് ജിപിടി ഉണ്ട്, അല്ലേ? ഒരു മൊയ്ലന്മാര് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിശോധിക്കുക. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മളിങ്ങനെ മെറ്റയിൽ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുകയാണ്, സ്ത്രീകൾക്ക് പള്ളി പോകാൻ പറ്റുമോ? അപ്പൊ നോക്കുമ്പോ അതിൽ പറയും ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളും ഇന്ന സ്വഹിയായ ഹദീസുകളുടെ മാനദണ്ഡം ഇന്നതാണ്, പള്ളി പോകാൻ കഴിയുമെന്നാണെന്ന് പറഞ്ഞാൽ പഠിച്ചോനെ മെറ്റ മുജാഹിദായല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാം? നമുക്ക് ഒരു കാര്യം ചെയ്യാം, ജെമിനിയിൽ എടുത്ത് നോക്കി നോക്കാം. അങ്ങനെ ജെമിനിയിൽ നമ്മൾ സെർച്ച് ചെയ്യാണ് ഖബർ എടുത്ത് ഉയർപ്പുണ്ടാക്കാൻ, ഖബറിന്റെ മേലെ മഹാന്മാരുടെ ഖബറിന്റെ മേലെ എടുപ്പുണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ അതാ വരണ സ്വഹീഹ് മുസ്ലിം 969 970 ഹദീസുകൾ മുത്തനബി വിരോധിച്ചതാണ്, പാടില്ലാത്തതാണ്. അപ്പൊ നോക്കുമ്പോ ജെമിനി മുജാഹിദാൻ. എന്നിപ്പോ ഒരു കാര്യം ചെയ്യാ, ചാറ്റ് ജിപിടിയോട് ചോദിച്ചു നോക്കാം, ഈ റബീഉൽ അവ്വൽ 12 നബിദിനാഘോഷം അത് പ്രവാചകന്റെ കാലത്ത് മുത്തനബിയോ സഹാബത്തോ ആഘോഷം മതത്തിലുള്ളതാണോ? അപ്പൊ അതാ ഒരു അടുത്ത തലക്കടി വന്ന പോലെ അത് 300 കൊല്ലത്തിന് ശേഷം ഉണ്ടായതാണ്, നബിക്കോ സഹാബത്തിന് പരിചയമില്ലാത്ത പഠിച്ചവനിപ്പോ ചാറ്റ് ജിപിടി മുജാഹിദായോ? ഇനി എവിടെന്നാ നമ്മളതിനെ പിടിക്കാന്നൊരു പിടുത്തുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഏത് വിഷയങ്ങളും ഞാൻ പറഞ്ഞ ചാറ്റ് ജിപിടിയോ ജെമിനിയോ അല്ലെങ്കിൽ മെറ്റയോ അവലംബിക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷേ പരിശോധിക്കാൻ, ചോദിക്കാൻ, അന്വേഷിക്കാൻ, പഠിക്കാൻ ചില മാർഗങ്ങൾ അവലംബിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന്റെ യഥാർത്ഥമായ വശങ്ങളെ AI നിർമ്മിതികളിൽ നിന്നും കടന്നുപോയി പണ്ഡിതന്മാരുടെ അടുക്കൽ ആ വിഷയങ്ങളെ പഠിച്ച് ഉറപ്പുവരുത്തേണ്ടത് എന്റെ ഖബറിന്റെ ആവശ്യമാണ് എന്ന രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം. പ്രിയമുള്ളവരെ, മുഅല്ലിം മാസികയിലെ 2006 ജനുവരി ലക്കത്തിലൂടെ പറയാം, ഇനി നമുക്ക് ജന്മദിനാഘോഷത്തെ പറ്റി പഠിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന്റെയോ പൂർവ്വ പ്രവാചകന്മാരുടെയോ ഒരു ജന്മദിനവും ഉണ്ടായിരുന്നില്ല എന്നും ഒരു പുണ്യപുരുഷന്മാരുടെയും ജന്മദിനാഘോഷം ഉണ്ടായിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുമായി ബന്ധപ്പെട്ട് ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് മുഅല്ലിം മാസികയിലാണ് 2006 ജനുവരി ലക്കത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. ഞാനിത് ആദ്യം മലയാളത്തിൽ നിങ്ങളോട് പറയാം. രണ്ടാമത്തെ വിഷയം 2000-ലെ സുന്നി വോയിസ് ആണ്. ജൂലൈ 16 പുറത്തിറങ്ങിയതാണ്. അവിടെ പറയുന്നുണ്ട്, അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. 3 നൂറ്റാണ്ട് വരെയുള്ള സച്ചരിതരായ പൂർവികരിൽ നിന്ന് കൈമാറി വന്നതല്ല. ഇതെവിടെയാണ്? ആദ്യം ഉദ്ധരിച്ചത് സുന്നത്ത് മാസികയാണ്, രണ്ടാമത് ഉദ്ധരിച്ചത് സുന്നി വോയിസ് ആണ്. ഈ രണ്ടാമത് ഉദ്ധരിച്ചത് ഒന്നുകൂടെ മനസ്സിലാക്കിക്കോ. ആ ഉദ്ധരണി ആരുടേതെന്നറിയോ? തർജ്ജമ ചെയ്തത് ഇബ്നു ഹജറുൽ ഹൈതമിയുടെ വാചകങ്ങളാണ്. ഇബ്നു ഹജറുൽ ഹൈതമിയുടെ വാചകങ്ങളാണ്. അടിസ്ഥാനപരമായി ബിദ്അത്താണ്. ഇനിയോ സയ്യിദ് ബക്കറിയുടെ ഇആനത്തു താലിബീനിലൂടെ കാണാം, ഫത്ഹുൽ മുഈനിന്റെ ഹാഷിയ സയ്യിദ് ബക്കറിയുടെ ഇആനത്തു താലിബീനിലൂടെ കാണാം, അന്ന അമലുൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ടിന് ശേഷമാണ് ഈ ജന്മദിനാഘോഷങ്ങൾ കടന്നു വന്നത്. 3 നൂറ്റാണ്ടിന് ശേഷമാണ്. തീർന്നില്ല. തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ അൽ മുവാഹിബുൽ ജലിയ. ആളുകൾ ഇപ്പോ
പലരും പറയുന്നത് അൽമവാഹിബുൽ ചെറിയ മുജാഹിദേർ ഇങ്ങനെ ഉദ്ധരിക്കുകയാണെന്ന് പറയും, ബാക്കി പറയണില്ല. അതുകൊണ്ട് പെരിന്തൽമണ്ണയിൽ എന്നല്ല, നമ്മൾ അതിന്റെ മുന്നത്തെ പ്രസംഗങ്ങളിലും ബാക്കി പറഞ്ഞില്ല എന്ന് പറയണവരോട് എന്ന് പറഞ്ഞിട്ട് നമ്മളത് പറയലുണ്ട്. തഴവ പറഞ്ഞത് എന്താണ്? ആരാ തഴവ? എല്ലാ വാദിന്റെ വേദികളിലും നമ്മൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ ഉസ്താദുമാർ ഉദ്ധരിക്കണതാണ്. കാരണം ഒരുപാട് വിഷയങ്ങളൊക്കെ അദ്ദേഹം അതിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കിടക്കണില്ല. മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്കല് മുമ്പ് പതിവില്ല, അത് ഹിജ്റ 300 ശേഷമാണ് വന്നത്. ഇമാം സഹാബിയാണ് അതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വരെ അദ്ദേഹം അതിനെ അവലംബിക്കുമ്പോ, പ്രിയമുള്ളവരെ, ഒന്നാമതായി പറയാനുള്ളത് 3 നൂറ്റാണ്ടിലെ ആളുകൾ അത് ആഘോഷിച്ചിട്ടില്ല എന്ന് പറയുന്നവരാരാണ്? ഖൈറുക്കും ഖർനീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹു. ജനങ്ങളിൽ ഉത്തമർ എന്റെ നൂറ്റാണ്ടാണ്, പിന്നെ അതിനോടടുത്തവരാണ്, പിന്നെ അതിനോടടുത്ത് വരുന്നവരാണെന്ന് പറഞ്ഞ ഉത്തമരായ 3 തലമുറക്കും ഈ ആധാരങ്ങളെ പരിചയമില്ല. മുത്തുനബിക്കറിയില്ല, അവിടത്തെ സ്വഹാബത്തിന് പരിചയമില്ല, താബീങ്ങൾക്കറിയില്ല, തബഉ താബീങ്ങൾക്കും പരിചയമില്ല. അതിനുശേഷമാണിത് കടന്നു വരുന്നത്. പിന്നെ ബാക്കി പറഞ്ഞില്ല എന്ന് പറയുന്നത് എന്താണ്? മലിക്കുൽ മുളഫർ ധീരനായൊരു രാജനാ, ഇർബൽ ഭരിച്ചവനാണ് ബന്ദർമിഷ്ടനാ. ഇർബലിന്റെ ഭരണാധികാരി മുളഫർ എന്ന് പറയുന്ന രാജാവാണ് ഇതിനെ കൊണ്ടുവന്നത്. എന്നിട്ട് പറയാണ്, മൗലിദ് കഴിക്കാനേറെ ഉത്സാഹമുള്ള മനുഷ്യനാണ്. ഹാഫിദ് ഇബ്നു ദഹിയ്യത്ത് മൗലിദ് എന്ന് എഴുതി കൊടുക്കുകയായി. അതിനെ ഈ മുളഫർ രാജാവ് ആഘോഷിക്കുകയായി. മൗലിദ് കഴിക്കുന്ന നാടയ്യായിരം പൊരിക്കുന്നതാണേ കോഴിയും 10,000. ഇതിൽ സ്ഥാപിക്കുന്നത് എന്താണെന്നറിയോ? അത് മുളഫർ രാജാവാണ് 300 ശേഷം കൊണ്ടുവന്നത് എന്ന് പറയാനാണെങ്കിൽ എത്ര വ്യാഖ്യാനിച്ചാലും കഴിയില്ല. കാരണം 300 ശേഷം ആദ്യമായി ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? അത് ഫാത്തിമിയാക്കളാണ്. മുളഫർ രാജാവല്ല ഭരണം നടത്തിയത്. ഷിയായിസം കൊടികുത്തിവാണ് ഫാത്തിമിയ ഖിലാഫത്തിന്റെ കാലഘട്ടങ്ങളിൽ. മുല്ല ഉമർ എന്ന് പറയുന്ന പച്ച ഷിയാ വിശ്വാസിയാണ് ആദ്യമായി പ്രവാചകന്റെ പേരിലൂടെ ജന്മദിനം കൊണ്ടുവന്നത്. അത് മഹാനായ ഇമാം തഖിയുദ്ദീനുൽ മഖ്രീസി റഹിമഹുല്ലാഹ് എടുത്തുദ്ധരിക്കുന്നതായി കാണാം. ഷിയാക്കളാണ്, മുല്ല ഉമറാണ്. പ്രിയമുള്ളവരെ, അത് പ്രവാചകന് മാത്രം ജന്മദിനമല്ല, റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടുവന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനം കൊണ്ടുവന്നു. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ, ഫാത്തിമ ബീവിയുടെ മാത്രമല്ല, ഖലീഫത്തുൽ ഹാദിർ എന്ന് പറയുന്ന അന്നാട്ടിലെ ഭരണാധികാരിയുടെ വരെ ജന്മദിനാഘോഷങ്ങൾ 6 ബർത്ത്ഡേ സെലിബ്രേഷനുകളാണ് കൊണ്ടുവന്നത് എങ്കിൽ പിന്നീട് 100-150 കൊല്ലത്തിനിടയിൽ ഈ ജന്മദിനാഘോഷങ്ങൾ കാലഹരണപ്പെടുകയാണ്. പിന്നീട് മുളഫർ രാജാവ് രാജ്യം ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ വീണ്ടും ഇതിനെ കെങ്കേമമായി ആഘോഷിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ വർഷമേതാണെന്നറിയുമോ? മഹാനായ അല്ലാമ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രഗ്രന്ഥമായ അൽ ബിദായ വന്നിഹായ ഏതെങ്കിലും മുസ്ലിയാക്കന്മാരോ ചരിത്രം പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളോ അറിയാൻ താല്പര്യമുള്ളവരോ ഈ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ അൽ ബിദായ വന്നിഹായയുടെ ഇൻഡെക്സ് ഉള്ളത് ഹിജ്റ വർഷത്തിലാ. അതിൽ ഹിജ്റ 604 എന്ന് പറയുന്ന ബാബിലൂടെ കാണാ. ഹിജ്റ 604 ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്ത് കൂടെ കടന്നുപോയ ഹാഫിദ് ഇബ്നു ദഹിയ എന്ന് പറയുന്ന ഒരു മനുഷ്യന് റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു മൗലിദ് എഴുതി കൊടുക്കുകയാണ്. മുളഫർ രാജാവ് അതിനെ കെങ്കേമമായി ആഘോഷിക്കാൻ തുടങ്ങി. ഹിജ്റ 630 അക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഫ്രഞ്ചുകാരുടെ തടവറയിൽ വെച്ച് വിട പറയുന്ന കാലഘട്ടം വരെ മുളഫർ രാജാവ് കെങ്കേമമായി ആഘോഷിച്ചു എന്നാണ്.
അപ്പൊ 300-ലെ ഫാത്തിമിയാക്കൾ എന്ന ഷിയാക്കൾ തുടങ്ങി വെച്ചു. ഏകദേശം 400 കടന്നപ്പോൾ അത് കാലഹരണപ്പെട്ടു പോയി. പിന്നെ വീണ്ടും 604-ൽ മുദഫർ എന്ന് പറയുന്ന രാജാവ് ഹാഫിദ് ഇബ്നു ദഹിയത്തിന്റെ പിന്തുണയോടെ അതിനെ വീണ്ടും കൊണ്ടുവന്നു. അങ്ങനെയാണ് നബിദിനാഘോഷത്തിന്റെ ആഗമനം. അപ്പൊ ഇത് കൊണ്ടുവന്ന ഫാത്തിമിയാക്കൾ ഇസ്ലാമിനോട് ഇഷ്ടമുള്ളവരാണോ? ഹബീബിനോട് സ്നേഹമുള്ളവരാണോ? ആണോ പ്രിയമുള്ളവരെ? ഇന്നും അല്ലാഹുവിന്റെ കഅബാലയത്തില് ഹജറുൽ അസ്വദിനെ നമ്മൾ ചുംബിക്കുമ്പോ, അതിനെ തൊട്ടുമുറ്റുമ്പോ, അവിടെ നിന്ന് തവാഫ് ആരംഭിക്കുമ്പോ ആ ഹജറുൽ അസ്വദ് 7 കഷ്ണമാണ്. ഒരൊറ്റക്കല്ലില്ല, 7 കഷ്ണമാണ്. അള്ളാഹുവിന്റെ കഅബാലയത്തിൽ നിന്ന് ഹജറുൽ അസ്വദിനെ മോഷ്ടിച്ചു കൊണ്ടുപോയ ആളുകളാണ് ഈ ഫാത്തിമിയാക്കൾ എന്ന് പറയുന്ന ഷിയാക്കള്. അവരിൽ നിന്ന് തിരിച്ചു വാങ്ങിവെച്ചതിന്റെ പേരിൽ ദൂരെ നിന്ന് അമ്പ് ചെയ്ത് ഹജറുൽ അസ്വദിനെ 7 കഷ്ണമാക്കിയതും ഈ ഫാത്തിമിയാക്കളാണ്. അവർക്കെന്ത് സ്നേഹം ഇസ്ലാമിനോട്, അവർക്കെന്ത് മഹബത്ത് പ്രവാചകനോട്. അവരമ്പ് ചെയ്ത് തകർത്തതാണ് ഹജറുൽ അസ്വദെങ്കില്. അവരാണ് ഈ നബിദിനാഘോഷമൊക്കെ മതത്തിലൂടെ കൊണ്ടുവന്നത്. അവിടെ കൊണ്ടും തീർന്നില്ല. മഹാനായ ഇമാം താജുദ്ദീനുൽ ഫാഖിഹാനി അദ്ദേഹം പറയുന്നുണ്ട്, അത് എടുത്തുദ്ധരിച്ചത് ഇമാം സുയൂത്തിയുടെ അൽ ഹാവിൽ ഫത്താവ പേജ് നമ്പർ 196. ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്നഹ. അള്ളാന്റെ ഖുർആനിലോ പ്രവാചകന്റെ ചര്യയിലോ യാതൊരു തെളിവും ഞാനിതിന് കാണുന്നില്ല. ബൽഹുവ ബിദ്അ, എന്നാൽ അത് പുത്തൻ ആചാരമാണ്. ദേഹച്ചക്കാരും മടിയന്മാരുമായ ആളുകളാണ് കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ ഷാപ്പാട് രാമന്മാരായ ഭക്ഷണപ്രിയരായ ചില ആളുകൾ അതുകൊണ്ട് പ്രാധാന്യം പിടിച്ചതാണ്. അങ്ങനെയുള്ളവരെ പ്രാധാന്യം പിടിച്ചതാണ്. എന്നിട്ട് ഫാഖിഹാനി പറയാണ്, ഇസ്ലാമിന്റെ 5 വിധികളിൽ ഇതിനെ സംബന്ധിച്ച് പ്രവാചകന്റെ ജന്മദിനാഘോഷത്തിന് ഹറാമും കറാഹത്തുമല്ലാത്ത ഒരു വിധിയും പറയാൻ കഴിയില്ല. ഇത് ഫാഖിഹാനി വെറുതെ പറഞ്ഞതാണോ? വഹാദാ ജവാബി ബൈന യദൈല്ലാഹി അസ്സ വജല്ല ഇൻ അൻഹു സുഇൽതു. ഇതിനെ കുറിച്ചെങ്ങാനോ നാളെ അല്ലാഹുവിന്റെ കോടതിയിലോട് ഫാഖിഹാനിയോട് അല്ലാഹു ചോദിച്ചാൽ ഈ മറുപടി തന്നെയാണ് ഫാഖിഹാനിക്ക് അല്ലാഹുവിന്റെ മുമ്പിലൂടെ പറയാനുള്ളത് എന്ന്. അത് ഹറാമാ, അതല്ലെങ്കിൽ കറാഹത്ത് എന്നല്ലാതെ ഒരു വിധി പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ അത് ബിദ്അത്താ, അത് ബിദ്അത്താണെന്ന മറുപടി അല്ലാതെ പറയാനില്ല. പ്രിയമുള്ളവരെ, ഈ വാദം ലോകത്തോട് ഇത് ബിദ്അത്താണ്, പുത്തൻ ആചാരമാണ് എന്ന് ലോകത്തോട് പഠിപ്പിച്ച പണ്ഡിതന്മാരെ നിരവധി കാണാം. പ്രിയമുള്ളവരെ, അൽ ഹാഫിദ് അബുൽ ഖൈർ സഖാവി പറഞ്ഞില്ലേ ബിദ്അത്താണെന്ന്? താജുദ്ദീനുൽ ഫാഖിഹാനി പറഞ്ഞില്ലേ ബിദ്അത്താണെന്ന്? അമദുദ്ദീൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഇബ്നു ഹജറുൽ അസ്കലാനി, മൗഹൂബ് ഇബ്നു ഉമറുൽ ജസരി അഷ്ശാഫിഈ, ഇമാം ഷാതിബി, അബൂ ശാമ തുടങ്ങിയ സുർഖാനി പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാരെ ലോകത്തിന് മുമ്പിലൂടെ പറഞ്ഞു തന്നു. അത് പുത്തൻ ആചാരമാണ്, ബിദ്അത്താ. 300 കൊല്ലം കഴിഞ്ഞ് കടന്നു വന്നൊരു സംഭവം. അതെങ്ങനെ മതമായിട്ട് നമ്മൾ ചെയ്യാം? എങ്ങനെ മതമായിട്ട് ചെയ്യാം? റസൂലുള്ളാഹിന്റെ സഹാബത്തല്ലേ പ്രവാചകനോട് ഏറ്റവും സ്നേഹം ഉണ്ടായിരുന്നത്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, കാനൂ അഫ്ളലു മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവർ സഹാബത്താണ്. വഅബറഹാ ഖുലൂബാ, ഏറ്റവും നല്ല ഹൃദയത്തിന്, ഏറ്റവും നല്ല നന്മയുടെ വക്താക്കളാണ്, നല്ല ഹൃദയമുള്ള ആളുകളാണ്. വഅഅബകഹാ ഇൽമാ, ഏറ്റവും ഡീപ്പായിട്ട് അറിവുകളുള്ള നോളജ് ഉള്ള ആളുകളാണ്. വഅകല്ലഹാ തകല്ലുഫാ, അതിലെ ഏറ്റവും പ്രകടനപരത, ജാടകൾ കുറഞ്ഞു പോയ ഒരു സമുദായമാണ് സഹാബ. ഏറ്റവും പുണ്യമുള്ളവർ, പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഇത്തിബാ ചെയ്യുന്നവർ. അവരാരും ആഘോഷിച്ചില്ലല്ലോ. ഇപ്പൊ പെരിന്തൽമണ്ണയില് ഈ ഒരു വേദി കിട്ടുമ്പോ പറയും, കണ്ടില്ലേ ഇവർക്ക് നബിയോട് ഇഷ്ടമില്ലാത്തോണ്ട്, സ്നേഹമില്ലാത്തോണ്ട്. എന്തൊരു സഹാബി പോലും ആഘോഷിച്ചില്ല. ഇതര യാത്രയില് മുത്തറസൂലുള്ളാഹിന്റെ മുന്നിലൂടെ പിന്നിലൂടെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മാറി മാറി നടക്കുമ്പോ
എന്തേ അബൂബക്കറെ മാറി നടക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ, നബിയേ, മുന്നിലൂടെ നടക്കുമ്പോ ഭയമാണ്, പിന്നിൽ നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാലോ. പിന്നിലൂടെ നടക്കുമ്പോ ഭയമാ, മുന്നിൽ നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാലോ മനസ്സമാധാനമില്ല നബിയേ. സൗർ ഗുഹയിലൂടെ കടന്നു വരുമ്പോ സ്വന്തം ശരീരത്തിന്റെ വസ്ത്രം പോലും പിച്ചു ചീന്തിയത് ഗുഹയുടെ ദ്വാരങ്ങൾ അടച്ചു വെക്കാനാണ്. അള്ളാന്റെ ഹബീബിനെ ക്ഷുദ്രജീവികൾ ആക്രമിക്കുമോ എന്ന ഭയം കൊണ്ടാണെങ്കിലോ, എന്റെ പ്രിയമുള്ളവരെ, 2 വർഷക്കാലം 6 മാസക്കാലം വരെ ഭരണം നടത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിനിമം 2 റബീഉൽ അവ്വലെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒന്നുപോലും ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മുത്തുനബിയോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയോ? അത് കഴിഞ്ഞ് ഭരണം നടത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറയുമ്പോ, നേരെ പ്രവാചകന്റെ ജനാദക്കരികിലോടി വന്നു സലാം പറയുമ്പോ, ഉമറേ, അള്ളാന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ, ഇല്ല, എന്റെ നബി ഉറങ്ങിക്കിടക്കുകയാ, മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയ പോലെ പോയതാണെന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്ത് ഉൾക്കൊള്ളാൻ കഴിയാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയത്ത് ഓതി കൊടുക്കുന്ന സന്ദർഭങ്ങൾ വരെ അവിടുന്ന് പ്രവാചകന്റെ വഫാത്തിനെ വിശ്വസിക്കാൻ കഴിയാതെ സങ്കടപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷക്കാലം ഭരണം നടത്തിയപ്പോ ഒരു റബീഉൽ അവ്വൽ 12 െങ്കിലും കൊണ്ടാടിയിട്ടില്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് മുത്തുനബിയോട് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയോ? അത് കഴിഞ്ഞ് ഭരണം നടത്തിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ 2 പുത്രിമാരെ വിവാഹം കഴിച്ച ദുന്നൂറയിനല്ലയോ, അങ്ങ് ജൂതന്റെ കയ്യിലെ റുമാ കിണർ കാണിച്ചുകൊണ്ട് ആരിത് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു തരുമെന്ന് ചോദിക്കുമ്പോ, അവനെന്ത് വില ചോദിച്ചാലും വേണ്ടില്ല നബിയേ, ഞാനത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തേ റബീഉൽ അവ്വലിൽ പണം ചെലവഴിക്കാനുള്ള മടി കൊണ്ടാണോ? അത് ദീനല്ലാത്തത് കൊണ്ടല്ലേ? അത് കഴിഞ്ഞ് ഭരണം നടത്തിയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, എന്റെ പ്രിയമുള്ളവര്, ഹിജ്റയുടെ സന്ദർഭങ്ങളിലൂടെ ശത്രുക്കൾ വീട് വളയുമ്പോ എന്റെ വിരിപ്പിലൊന്ന് കിടക്കുമോ അലിയേ, എന്റെ വിരിപ്പിലൊന്ന് കിടക്കുമോ എന്ന് ചോദിക്കുമ്പോ, പ്രിയമുള്ളവരെ, അതിൽ പരം എനിക്കെന്ത് സന്തോഷമാണെന്ന് പറഞ്ഞു ഹബീബിന്റെ വിരിപ്പിലൂടെ കിടന്നുപോയ, ജീവൻ പോലും തൃണവൽക്കരിച്ചു പോയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്തേ ഒരു റബീഉൽ അവ്വൽ 12 കൊണ്ടാടിയില്ല, മുത്തുനബിയോട് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റുമോ? ഉഹുദിന്റെ രണഭൂമിയിലൂടെ അള്ളാന്റെ ഹബീബിന് ശത്രുക്കൾ വളയുമ്പോ ഇടത് കൈയിലൂടെ പ്രവാചകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലത് കൈകൊണ്ട് പോരാടിയ ത്വൽഹത്തില്ലയോ, കൈക്ക് വിട്ടേൽക്കുന്ന സന്ദർഭങ്ങളിലൂടെ വലത് കൈയിൽ അള്ളാന്റെ ഹബീബിനെ മാറ്റിപ്പിടിച്ച് ഇടത് കൈ കൊണ്ട് പോരാടുമ്പോ 70ഓളം വെട്ടും കുത്തും മേൽക്കേണ്ടി വന്നപ്പോ ദൂരെ നിന്ന് ശത്രുക്കൾ അമ്പയ്യാനൊരുങ്ങുമ്പോ അവരെയും ഏതമ്പാകട്ടെ ഹബീബ് എന്റെ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ തറക്കൂല, അങ്ങയുടെ നെഞ്ചിന്റെ താഴെ ത്വൽഹത്തിന്റെ നെഞ്ചുണ്ട് നബിയേ എന്ന് പറഞ്ഞ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്തേ ഒരു റബീഉൽ അവ്വൽ 12 പോലും കൊണ്ടാടിയിട്ടില്ല. പ്രിയമുള്ളവരെ, അതുവരെ ഏറ്റവും വലിയ മഹാകവിയായിരുന്ന ഖുർആനിന്റെ മുമ്പിൽ ഞാൻ എന്ത് പാടാനാണെന്ന് പറഞ്ഞിട്ടു അള്ളാന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞു പോയ സന്ദർഭങ്ങളിലോ ഇന്നും അറബി സാഹിത്യത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ അനുശോചന കാവ്യമില്ലേ എന്ന് പറഞ്ഞ് അനുശോചന കാവ്യം എഴുതിയ ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു
പ്രവാചകന്റെ പേരിൽ ഒരു റബീഉൽ അവ്വൽ 12 ഒരു മദ്ഹിന്റെ മജ്ലിസ് ഉണ്ടാക്കാത്തത് അവർക്ക് നബിയോട് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റുമോ? അള്ളാന്റെ ഹബീബ് വിട പറഞ്ഞപ്പോ റസൂലില്ലാത്ത മദീന കാണാൻ വയ്യ എന്ന് പറഞ്ഞ മദീനയോട് യാത്ര പറഞ്ഞ ബിലാലില്ലയോ, നീ കൂടെ പോയാലോ ബിലാലോ എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞിട്ടുണ്ടെങ്കിലോ പ്രവാചകനില്ലാത്ത മദീനയിലൂടെ നിൽക്കാൻ പ്രയാസമുണ്ടായിരുന്ന ബിലാലോ പിന്നീട് മദീനയിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാണെന്നറിയോ? അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്തിലാണെങ്കിൽ ഒന്ന് ബാങ്ക് വിളിക്കുമോ ബിലാൽ? ബിലാൽ റളിയല്ലാഹു അൻഹു ഖലീഫയുടെ നിർബന്ധത്തിന് വഴങ്ങി ബാങ്ക് വിളിക്കാൻ തുടങ്ങുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന ബിലാലിന് പറയാൻ കഴിയണില്ല. ബിലാലിന്റെ കണ്ടത്തിന് കനം പോരാ, ബിലാലിന്റെ കണ്ടത്തിന് കനം പോരാ. എന്റെ പ്രിയമുള്ളവരെ, എന്ത് ആ ബിലാൽ റളിയല്ലാഹു അൻഹു റബീഉൽ അവ്വൽ 12 ഒരു ഈരടി നടത്തി ില്ല. ആ ബിലാലിന് മുത്തുനബിയോട് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റോ? സ്വഹാബത്ത് ആരും ആഘോഷിച്ചില്ലേ? താബീങ്ങളായ ആരും ആഘോഷിച്ചില്ലേ? മുത്തുനബിയുടെ തബോത്താബീങ്ങളായ പ്രഗത്ഭരായ ആളുകൾ. ഇനി നിങ്ങൾ നോക്ക്, അത് കഴിഞ്ഞ ഇമ്മത്തിന്റെ ഏറ്റവും വലിയ ഉലമാക്കൽ ഷാഫി ഇമാം, ഹനഫി ഇമാം, ഹംബലി ഇമാം, മാലികി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ അവരാരും ആഘോഷിച്ചില്ല. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു നബി സ്നേഹമാണ് പെരിന്തൽമണ്ണക്കാർക്ക് കടന്നു വന്നതെന്ന് പറയുമ്പോൾ അതിൽ കുറച്ചൊരു പ്രയാസമില്ലേ പ്രിയമുള്ളവരെ? നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കണം നമ്മൾ ആലോചിച്ചാൽ മതി. ഒരു 2 ചാർട്ട് നമ്മളിവിടെ കാപ്പില് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, 2 ചാർട്ട് നമ്മളൊന്നിങ്ങനെ തിരിച്ചു വെക്കാം. റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചോരും ആഘോഷിക്കാത്തവരും. ആഘോഷിച്ചോരുടെ ലിസ്റ്റില് നമ്മൾ കാണാം മുല്ല ഉമർ എന്ന ഷിയ ഉണ്ടാവും, മുദഫർ രാജാവ് ഉണ്ടാവും. അങ്ങനെ ഷിയാക്കളും ഫാത്തിമിയാക്കളും അങ്ങനെ ഉബൈദിയാക്കളും ഷിയാക്കളുടെ തീവ്ര വിഭാഗങ്ങളൊക്കെ ആഘോഷിച്ചവരുടെ ലിസ്റ്റിൽ ഇങ്ങനെ കാണാം. ആഘോഷിക്കാത്തവരുടെ ലിസ്റ്റ് എടുത്താൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഅദും സഈദും സുബൈറും തുൽഹത്തും വഅബി ഉബൈദത്തും വബിനിഉ ഫിന്നാശീരിൽ കറമി. അള്ളാന്റെ ഹബീബിന്റെ നാവ് കൊണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ 10ഓളം വരുന്ന സഹാബ ഒരാൾ പോലും റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചില്ല. ഇല്ലേ, നമ്മുടെ ഷാഫി മദ്ഹബുകാരാണെന്ന് പറയുന്നു, ആ മദ്ഹബിന്റെ ഇമാമികൾ അവരുമില്ല. അപ്പൊ അവരൊക്കെ ആഘോഷിക്കാത്തവരാണ്. നമ്മൾ ഇതിൽ ആരെ ലിസ്റ്റിലാണ് നമ്മൾ ഇടം പിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി മാത്രമല്ല, ഇതിന് ഏറ്റവും വലിയ കൗതുകം എന്താണ്? ഇപ്പൊ ശവ്വാൽ 1 ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. നമ്മുടെ റമദാൻ 29 ആവുമ്പോ മാസം കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കും. അഥവാ മാസം കണ്ടാലേ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരും. സാധാരണ നമ്മളൊക്കെ കാണില്ല, ഒമാൻ ഒഴികെ മിക്ക രാജ്യങ്ങളിലും നാളെ ശവ്വാൽ 1 അങ്ങനെ കാണിക്കാം. ഒമാൻ ഒഴികെ മിക്ക രാജ്യങ്ങളിലും നാളെ ശവ്വാൽ 1. ചിലപ്പോൾ പറയും എല്ലാ രാജ്യങ്ങളിലും നാളെ ചെറിയ പെരുന്നാൾ എന്ന് പറഞ്ഞ ന്യൂസ് കാണിക്കും. ഹജ്ജ് പെരുന്നാളിന്റെ മാസത പോലെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും പറയും ഇന്ന ദിവസം എല്ലാ രാജ്യങ്ങളിലും ഹജ്ജ് പെരുന്നാൾ കാണിക്കും. എന്തേ റബീഉൽ അവ്വൽ വരുമ്പോൾ ഒമാൻ ഒഴികെ എല്ലാ രാജ്യങ്ങളിലും ഇന്ന ദിവസം നബിദിനം എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വരാത്തെ? നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അങ്ങനെ വരാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടില് ഉള്ള പോലെ മറ്റാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ മദീനയിലൊക്കെ നമ്മൾ പോയിട്ട് ഇങ്ങനെ മൗലൂദ് ഓതിയല്ലോ, നിയമവിരുദ്ധമായിട്ട് പാടിയതാണ്, ആരും കാണാതെ പാടിയതാണ്, ആരും അറിയാതെ ഒളിച്ചും പാത്തൊക്കെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആയി എന്നല്ലാതെ. അവിടെ നോക്കി നിങ്ങൾ റബീഉൽ അവ്വൽ 12 വർക്കിംഗ് ഡേ ആണ്, നമ്മുടെ നാട്ടിലെ ഹോളിഡേ ആണ്, അവധി ദിവസമാണ്. ആ ഒരു മാറ്റമേ ഉള്ളൂ. ഇനി മാത്രമല്ല, ഇത് മതത്തിൽ നിയമമാകണമെങ്കിൽ അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കണം. അംലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യുഅ്ദൻ ബിഹില്ലാഹ്. അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നവരെങ്ങനെ
അവൻ പഠിപ്പിക്കാത്തതിനെ മതത്തിൽ നിയമമാക്കുന്ന വല്ല പങ്കുകാരും അവനുണ്ടോ, വല്ല പങ്കുകാരും അവനുണ്ടോ എന്ന് റബ്ബിന്റെ ചോദ്യമാണ്. മതത്തിൽ നിയമം വെക്കാൻ അധികാരം ആർക്കാണ്? അള്ളാഹ്ക്കേ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും സ്വന്തം വക ഒരു കാര്യം ഇന്നതാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ ഖിബല മാറ്റണ്ടായി, അള്ളാന്റെ ഹബീബിന് ആഗ്രഹം ഉണ്ടായി, പക്ഷെ അള്ളാന്റെ അനുമതി ഇല്ലാതെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബാലയത്തിലേക്ക് മസ്ജിദുൽ ഹറമിലേക്ക് ഖിബല മാറ്റം മുത്തനബി ആഗ്രഹിച്ചിട്ട് പോലും അള്ളാഹ് അനുവദിച്ചിട്ടല്ലാതെ കൊണ്ടുവന്നിട്ടില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മതത്തിൽ ഒരു കാര്യമാകണമെങ്കിൽ അള്ളാന്റെ ഹബീബ് പറയണം, അള്ളാന്റെ ഹബീബ് ചെയ്ത് കാണിക്കണം, അള്ളാന്റെ ഹബീബ് മൗനാനുവാദം കൊടുക്കണം, അള്ളാന്റെ ഹബീബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം. ഈ ഒരു മാനദണ്ഡവും റബീഉൽ അവ്വൽ 12 ഇല്ല. പ്രിയമുള്ളവരെ, നെയ്ച്ചോറ് വേണ്ട, പോത്ത് വേണ്ട, ബിരിയാണി വേണ്ട, പായസം വേണ്ട, റാലി വേണ്ട. റബീഉൽ അവ്വൽ 11 നിന്ന് 12 ഒരു പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞ് ഒരു കാരക്കയുടെ ചീള് കൊടുക്കണ്ട, അത് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചാൽ നമ്മൾ നടത്തും റബീഉൽ അവ്വൽ 12 ആഘോഷം. എങ്ങനെ? പ്രവാചകൻ പറയണ്ട, പ്രവാചകൻ ചെയ്യണ്ട, പ്രവാചകൻ ആഘോഷിക്കണ്ട, വലിയ ഭക്ഷണങ്ങൾ വേണ്ട, ഒരു കാരക്കയുടെ കീറ് റബീഉൽ അവ്വൽ 11 കൊടുക്കുന്നതിനേക്കാൾ 12 ഒരു പ്രത്യേകതയുണ്ട്. അത് മതത്തിൽ ഒരു നിയമമാണ്, എന്റെ ജന്മദിനാഘോഷമാണ് എന്ന രൂപത്തിൽ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മുത്തനബി പഠിപ്പിച്ചാൽ അത് നമ്മൾ ആഘോഷിക്കും. അതുപോലുമില്ല. അല്ലെങ്കിൽ റസൂലുള്ളാഹി എന്ന് വേണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറയാം, അല്ലെ സ്വഹാബത്ത് ചെയ്യുമ്പോൾ മൗനാനുവാദം കൊടുക്കണം. എങ്ങനെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുക്കുന്ന നബിദിന ഘോഷയാത്ര, മുഹാദിറുകളും അൻസാറുകളുമാകുന്ന കുട്ടികളുടെ ദഫിന്റെ സ്കൗട്ടിന്റെ അകമ്പടികളോടുകൂടെ പ്രവാചകന്റെ കവി ഷായിറുർ റസൂൽ ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഈരടികൾക്ക് മധുര ശബ്ദത്തിന്റെ ഉടമ ബിലാൽ ബിൻ റബാഹയുടെ ഗാനാലാപനത്താൽ ഒരു നബിദിന ഘോഷയാത്ര മദീനയിലൂടെ കടന്നു പോകുമ്പോ അള്ളാന്റെ ഹബീബ് മൗനാനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കും ചെയ്യാമായിരുന്നു. അതും ഉണ്ടായിട്ടില്ല. ഇല്ല. ഇനി റബീഉൽ അവ്വൽ 12 എങ്ങനെ ആഘോഷിക്കാനാണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചേ? അതും കൂടെ ഒന്ന് പരിശോധിക്കണ്ടേ? ഇപ്പൊ ചെറിയ പെരുന്നാള്, അള്ളാന്റെ ഹബീബ് പറയാണ്, പെരുന്നാളിന് പ്രത്യേകമായി നിങ്ങൾ കുളിക്കണേ. ആ ഒരു നിയ്യത്തോടെ കുളിക്കണമെന്നാണ്. പുതുവസ്ത്രങ്ങളെ ധരിക്കാൻ, സുഗന്ധം ഉപയോഗിക്കാൻ, തക്ബീറുകളെ ചൊല്ലാൻ, പറ്റുമെങ്കിൽ നടന്നിട്ട് ഈദ്ഗാഹുകളിലേക്ക് പോകാൻ, നിസ്കാരം കഴിഞ്ഞാൽ സ്വതക്ക ചെയ്യാൻ, ലഘുവായ ഭക്ഷണം കഴിച്ചിട്ട് വേണേ പുറപ്പെടാനെന്ന്. ഹജ്ജ് പെരുന്നാളാണോ കാലിപയറുമായി പുറപ്പെട്ടോ, നിസ്കാരം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഉളുഹിയ്യത്ത് അറുക്കാൻ എല്ലാം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇനി ഒരു വെള്ളിയാഴ്ചയിലെ ജുമഅയാണോ, അതിനോട് എങ്ങനെ സമീപിക്കണമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, റബീഉൽ അവ്വൽ 12 എങ്ങനെ ആഘോഷിക്കാനാ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്? എന്നും സുബഹിക്ക് പോകാത്തവനാണെങ്കിലും ഇന്ന് പൊക്കോ. സുബഹി കഴിഞ്ഞാൽ മങ്കുസ് മൗലിദാണ് പാരായണം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ തൽക്കാലം നിങ്ങൾ പിരിഞ്ഞു പോണേ. അങ്ങനെ ഒരു ദുഹാ സമയം നിങ്ങളിലൂടെ കടന്നു വന്നാൽ മിനിമം ഒരു 12 അടിയെങ്കിലും ഉയരമുള്ള കൊടിമരം നിങ്ങൾ ഉയർത്തേണ്ടതുണ്ട്. ഇന്ന പതാകയാണ് ഉയർത്തേണ്ടത്. അതിന്റെ ചുറ്റും വട്ടമായിട്ടാണ് നിൽക്കേണ്ടത്. അത് കഴിഞ്ഞാൽ 2 വരിയിലൂടെ റാലിയാകാ. ദഫുണ്ടെങ്കിൽ ദഫാകാം, അതല്ലെങ്കിൽ സ്കൗട്ടായാലും മതി. കുലൂ തക്ബീർ ഹമാരാ തക്ബീർ പോലെയുള്ള ദിക്റുകളാണ് സുന്നത്തുള്ളത് എന്ന് പറഞ്ഞൊരു അരവരിയെങ്കിലും അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നതായി കാണിച്ചു തരാൻ കഴിഞ്ഞാ ഇൻഷാ അല്ലാഹ് ഞങ്ങളും വരാ നിങ്ങളുടെ കൂടെ റാലിക്ക്. അങ്ങനെ ഉണ്ടോ? അതും പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പൊ നമ്മുടെ പറയാം, അതിപ്പോ മുത്തുനബി അങ്ങനെ പറയോ? എന്റെ ബർത്ത്ഡേ നിങ്ങൾ ആഘോഷിക്കണം, എന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കണം എന്ന് റസൂൽ പറയാം. അങ്ങനെ പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ ഒരു മോശക്കാരനെ പോലെ ആവൂലേ എന്നാണ് പിന്നെ വിശദീകരണം മുസ്ലിയാക്കന്മാരുടെ. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ?
ആ റസൂൽ അല്ലേ പറഞ്ഞത്, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പഠിപ്പിച്ചതാരാ? അല്ലാഹുവിന്റെ ഹബീബാണ്. മൻ സല്ലാ അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറാ. ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയോ അള്ളാഹു അവന് 10 ഗുണം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ അള്ളാഹുവിന്റെ ഹബീബ് കാൽപാദം ഊന്നുമ്പോ ആമീൻ എന്ന് പറഞ്ഞു പോയത് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നതാണ്. ജിബ്രീലിന്റെ ദുആ ആണ് റഹിമാൻ ഫറജുൽ, ഒരു മനുഷ്യന് തുലയട്ടെ, അവൻ നാശമടയട്ടെ. 3 വിഭാഗം ആളുകളെ എണ്ണിയതിൽ ഒരാൾ ആരാണെന്നറിയോ? ഒരാളുടെ മുന്നിൽ വെച്ച് റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലാത്തവരുണ്ടോ? അവര് നാശമടയട്ടെ എന്ന ജിബ്രീലിന്റെ ദുആ ഇന്ന് ഞാൻ ആമീൻ പറഞ്ഞു പോയി. അപ്പോ ഇതൊക്കെ പഠിപ്പിച്ചതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പേര് കേൾക്കുമ്പോൾ ആ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ഒന്ന് ദീനിലുണ്ടെങ്കിൽ വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ, അദൃശ്യ കാര്യങ്ങൾ അല്ലാഹു അറിയിച്ചു കൊടുക്കുമ്പോ അതിലെ പിശുക്ക് കാണിക്കുന്നവനല്ല ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനൊന്നുമില്ല. ഇനി ഏറെ കൗതുകപരമായ ഒരു വിഷയം എന്താ അറിയോ? അള്ളാന്റെ ഹബീബ് ജനിച്ചത് എന്നാ ജനിച്ചേ? നമ്മളൊക്കെ പറയും റബീഉൽ അവ്വൽ 12 പറയും. സത്യത്തിൽ ഈ മാസത്തിന് നമ്മൾ വിളിക്കൽ എന്താണെന്നറിയോ? മൗലൂദ് മാസം എന്നാ വിളിക്കുക. മൗലൂദ് മാസം എന്നാ വിളിക്കുക. റബീഉൽ അവ്വൽ മാസത്തിനെ മൗലിദ് മാസം എന്നാ വിളിക്കുക. എല്ലാ വീടുകളിലെ ആൾക്കാരൊക്കെ മൗലൂദ് ഓതണം, അത്രയും തിരക്കില് വലിയ മഹനീയതൊക്കെ കാണിക്കും. പക്ഷേ നിങ്ങളൊക്കെ ഒരു വീട്ടിൽ മൗലൂദ് ഓതാൻ വന്നാൽ ഉസ്താദ് ആ വീട്ടുകാരനോട് പറഞ്ഞു കൊടുക്കണം എന്താണെന്നറിയോ? അല്ലയോ വീട്ടുകാരാ, റസൂലുള്ള ജനിച്ചത് ഏത് ദിവസമാണെന്ന് തർക്കമുണ്ട്, വ്യക്തമായിട്ട് അറിഞ്ഞൂടാ. ഏത് മാസാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ഏത് കൊല്ലാണെന്നും കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ഒക്കെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഇത് മലയാളത്തിൽ പറഞ്ഞ നമ്മള് റബീഉൽ അവ്വൽ 12 ഉസ്താദ് എന്നൊക്കെ പറയും നമ്മള്. അതുകൊണ്ട് ഉസ്താദ് അറബിയിലാണ് മൗലൂദ് ഓതിയത്. മൗലൂദ് കിതാബിലെ 5-ാമത്തെ പേജ്, താഴെന്ന് മേലേക്ക് 3-ാമത്തെ ലൈൻ. മൗലൂദ് കിതാബ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. ഇപ്പൊ 15 വക, അതാണ് ഏറ്റവും ചെറുത്. പക്ഷെ ചെറുതാന്ന് വിചാരിക്കണ്ട, സൈനയുടെ പോലെയാണ്, പെട്ടെന്ന് തീർന്നു പോകും. ചെറുത് അല്ലേ? അവിടെ തുടങ്ങി 15, 33, 66 വക, 115 വക, അങ്ങനെ 111 വക, 222 വക, 333 വക, 444 വക, 1111 വക, 2222 വക, 3333 വക, അങ്ങനെ ഏറ്റവും പുതിയതും വലിയതും എന്നൊക്കെ പറഞ്ഞ 6666 വക. അത് കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിയത് 7777 വക. ഇത് ആരുടെ വകയെന്ന് അന്വേഷിച്ചാൽ അവൻ അന്ന് മുജാഹിദവും ആണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതിൽ നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ളത് ഈ 115 വകയാണ്. നമ്മുടെ വീട്ടുകളിലും പള്ളിയിലൊക്കെ സാധാരണ സൂക്ഷിക്കണം മൗലൂദ് കിതാബ്. ആ മൗലൂദ് കിതാബിലെ 5-ാമത്തെ പേജ്, താഴെന്ന് മേലേക്ക് 3-ാമത്തെ ലൈൻ. വഖ്തുലിഫ ഫീ ആമി വിലാദതിഹി വഫീ ശഹരിഹാ وفي يومها من العلماء التاريخ المروية. അള്ളാന്റെ ഹബീബ് ജനിച്ച ദിവസത്തിന്റെ കാര്യത്തില്, മാസത്തിന്റെ കാര്യത്തില്, വർഷത്തിന്റെ കാര്യത്തില് അഭിപ്രായ വ്യത്യാസമുണ്ട്. ക്രിസ്താബ്ദം 570 71 തർക്കമാണ്. റമദാനാണോ ഷവ്വാലാണോ റബീഉൽ അവ്വലാണോ തർക്കമാണ്. 2 8 10 11 17 തർക്കമാണ്. എല്ലാം തർക്കമാണ്. എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ടായി? അതിന്റെ ആദ്യ നാൾ മുതൽ കണ്ടുവന്നില്ല. അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വന്നത് എന്നുണ്ടെങ്കിൽ, അന്നുണ്ടായിരുന്നെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ചെറിയ പെരുന്നാളിന് തർക്കമില്ല, ഹജ്ജ് പെരുന്നാളിന് തർക്കമില്ല, ഭൗതികപരമായ കാര്യങ്ങൾ ഇന്ത്യൻ റിപ്പബ്ലിക്കില് തർക്കമില്ല, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേയിൽ തർക്കം വരണില്ല. എന്തുകൊണ്ട്? അതൊക്കെ അന്ന് മുതലേ ഇങ്ങനെ കൊണ്ടുവരണുണ്ട്. ഇതല്ലാത്തത് കൊണ്ട് തന്നെ തർക്കം വന്നു. എന്നാൽ തർക്കമില്ലാത്തൊരു വിഷയമുണ്ട്. ബിദ്അത്തുകൾ മതത്തിൽ പുതിയത് കടന്നു വരുമ്പോ ഉള്ള സുന്നത്ത് തകരുമെന്ന വീക്ഷണത്തിനെ സത്യപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. റസൂലുള്ളാഹി ജനിച്ച ദിവസം ആധികാരികമായ രേഖയിൽ കാണുന്നത് തിങ്കളാഴ്ചയാണ് എന്ന ഒരൊറ്റ തെളിവാണ്. തിങ്കളാഴ്ചയാണ്. ആ തിങ്കളാഴ്ച എന്ത് ചെയ്യാനാ റസൂലുള്ളാഹി പറഞ്ഞേ? നിങ്ങൾ നോമ്പെടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആണ്ടിൽ ഒരു ദിവസം ഭക്ഷണം കഴിച്ച് ആഘോഷിക്കണമെന്ന് ഷിയ വിശ്വാസികളായ മുല്ല ഉമറും അദ്ദേഹത്തിന്റെ പിൻഗാമികളും പഠിപ്പിച്ചു.
നമ്മൾ ഇതിൽ ആരെ പിന്തുടരും നമ്മൾ തീരുമാനിക്കാം. മുത്തനബി പറഞ്ഞു, അത് വെറുതെ പറയാ. സ്വഹീഹ് മുസ്ലിം 1165 നമ്പർ ഹദീസ്. മറ്റു ചില ഗ്രന്ഥങ്ങളെ പരിശോധിക്കുമ്പോൾ 1172 നമ്പർ ഹദീസ്. നമ്പറുകളിൽ വ്യത്യസ്തതകൾ കൂടെ പറഞ്ഞുതരാൻ. അതൊരു കാണാം. അവിടുന്ന് തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടുമ്പോ പറയുന്നുണ്ട്, ഫീഹി വുലിതു, ആ തിങ്കളാണ് ഞാൻ ജനിച്ചത് എന്നാണ് എന്നെ പ്രവാചകനായി നിയോഗിച്ചത്. ഔ ഉൻസില അലയ്യൽ ഖുർആൻ, അതല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതീർണമായതും ഒരു തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് എല്ലാ തിങ്കളും നിങ്ങൾ നോമ്പെടുത്തോ. കൊല്ലത്തിൽ ഒരു ദിവസമില്ല, ആഴ്ചയിൽ ഓരോ ദിവസവും നോമ്പുകാരാകണം. എന്തിനാണ്? അള്ളാന്റെ ഹബീബിനെ തന്നതിലുള്ള സന്തോഷമാണ്, ഖുർആന് കിട്ടിയതിലുള്ള സന്തോഷമാണ്. എല്ലാ തിങ്കളും നോമ്പെടുത്തോ. നിങ്ങൾ ആലോചിച്ചൊക്കെ, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച വന്നാൽ ഇത്തവണ ഒരു തുള്ളിക്ക് ഇങ്ങനെ മാറിപ്പോയതാണ് അല്ലേ? ചൊവ്വാഴ്ചയിൽ പോയി. കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്യാഴാഴ്ച വന്നു. 2016 ഡിസംബർ 16-ാം തീയതി തിങ്കളാഴ്ചയാണ്. 2016 നിങ്ങൾക്കറിയോ? അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 വന്നാൽ ഇവര് നോമ്പെടുക്കോ, ഭക്ഷണം കഴിച്ച് ആഘോഷിക്കോ? രാവിലെ മധുരപലഹാരം കൊണ്ട് തുടങ്ങി ഉച്ചക്ക് ഹെവി ഫുഡോടെ കെങ്കേമമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം റസൂലുള്ളാന്റെ നാവുകൊണ്ട് പഠിപ്പിച്ച സ്വഹീഹ് മുസ്ലിമിലെ സ്വഹീഹായ ഹദീസിനെ നമ്മൾ മാറ്റിവെച്ചു. ബിദഈകളായ അവർ എന്ത് പഠിപ്പിച്ചോ അതിനെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കടന്നു വന്നു. ബിദഅത്തുകൾ വരുമ്പോ സുന്നത്തുകൾ തകരാൻ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാ. ഒരു സുഹൃത്ത് അന്ന് ആ 2016 ഡിസംബറിൽ അയച്ചൊരു മെസ്സേജ് എന്തെന്നറിയോ? നമ്മളിങ്ങനെ കാറിൽ യാത്ര പോകുമ്പോ ചില ആൾക്കാർ കാർ ഇങ്ങനെ തടുത്തൂത്തരേ. അപ്പൊ ടേബിളിൽ ഇങ്ങനെ പായസം നിരത്തി വെച്ചിട്ട് കാറിന്റെ ഗ്ലാസ് താഴ്ത്തിയപ്പോ ഒരു ഗ്ലാസ് പായസം കാറി കൊടുത്തപ്പോ, എനിക്ക് വേണ്ട നോമ്പുകാരനാന്ന് പറഞ്ഞപ്പോ, നീ എന്താ നിബിധനായിട്ട് നോമ്പെടുക്കാൻ മുസ്ലിം അല്ലേ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു താൻ. അപ്പൊ നമ്മുടെ ആളുകളുടെ ഒക്കെ ഒരു ധാരണ താൻ പ്രമാണങ്ങളിൽ എങ്ങനെ നബിയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞോ ആ രൂപത്തിലൂടെ. ഇനി മറ്റൊരു വസ്തുത എന്തെന്നറിയോ പ്രിയമുള്ളവരെ? കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇന്നലെയുമായി നമ്മുടെ നാട്ടിലെ പള്ളികളിലൊക്കെ ഓതിയൊരു അറബി ഖുത്ബ ഉണ്ട്. അത് നബാത്തിയ ഖുത്ബ എന്നാണ് നമ്മളതിനെ വിളിക്കുക. ആ ഖുത്ബയിലെ നോക്കെ, ഒരു സമസ്ത പള്ളിയിലെ ഖുത്ബ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളിയാഴ്ചക്ക് 4 സബ്ജക്റ്റ് ഉണ്ടാകും. പിന്നെ ചില മാസങ്ങളിൽ 5-ാമത്തെ വെള്ളിയാഴ്ച വന്നാലോ എന്ന് കരുതി ഒരു സ്പെയർ ഖുത്ബ ഉണ്ടാവും. ഇതാണ് നബാത്തിയ ഖുത്ബ എന്ന് പറഞ്ഞത്. ഉസ്താദുമാർ അത് പഴയ കാലം മുതൽ നബാത്തിയ ഖുത്ബ. ഇപ്പോൾ AP വിഭാഗം സമസ്തക്കാർക്ക് നെല്ലിക്കുത്ത് ഖുത്ബയാണ് പുതിയതായിട്ടുള്ളത്. ഇതിങ്ങനെ ചൊല്ലും. സത്യത്തിൽ ഒരു ഖുത്ബന്റെ ഗുണം, ഞാനിത് പറയുമ്പോൾ ആൾക്കാരെ പരിഹസിക്കാനാണെന്നോ മോശക്കാരാക്കാനൊന്നുമല്ല. നമുക്ക് സത്യത്തിൽ ഈ ഖുത്ബ എന്താന്നുള്ളത് മനസ്സിലായിട്ടില്ല. ആളുകൾ പറയും ഖുത്ബ എങ്ങനെയുണ്ട്, നല്ല കൂറ്റുള്ള മൊയിലരാന്ന് പറയും. അതിനപ്പുറത്തേക്ക് നമുക്കൊന്ന് എത്ര കാലായി നമ്മളിത് അത് ഖുത്ബ കേട്ട് ഞാനത് ഈ തിന്മ ഒഴിവാക്കി, ഇങ്ങനെ നബീനെ സ്നേഹിക്കണം എന്ന് ഞാൻ പഠിച്ചു എന്ന് ആരെങ്കിലും പറയും നമ്മൾ കേട്ടിട്ടുണ്ടോ? കാരണം എന്താണെന്നറിയോ? ഖത്തീബ് ഇങ്ങനെ ഖുത്ബ ഓതും. പള്ളിയുടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരിക്കുന്ന ആളുകൾ, കുറച്ച് പ്രായമുള്ളവരൊക്കെ നേരത്തെ പള്ളിയിലെത്തി ഫസ്സഫിൽ അവരിങ്ങനെ ഖത്തീബിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നോക്കിയിരിക്കും. അതിന്റെ താഴെ ആ ഫാനിന്റെ ചോട്ടിൽ വിരിപ്പിൽ കുറെ ആൾക്കാർ തലതാഴ്ത്തിയിരുന്ന് ഇങ്ങനെ ഉറങ്ങുണ്ടാവും. പിന്നെ പള്ളിയുടെ ഫസ്റ്റ് ഫ്ലോറാണ്, അവിടെയാണ് യുവാക്കൾ, ചെറുപ്പക്കാർ, കുട്ടികളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ബ്ലൂടൂത്തും വാട്സപ്പും എക്സെൻഡറും അങ്ങനെ ഇൻസ്റ്റഗ്രാമും ഒക്കെ ഇങ്ങനെ തകർത്ത് ഉണ്ടാവണ സന്ദർഭം പള്ളിയുടെ ഫസ്റ്റ് ഫ്ലോറാണ്. പിന്നെ പള്ളി ഐക്യപ്പെടപ്പെടാന്നറിയോ? ആമീൻ. അതിന് ഗ്രൗണ്ട് ഫ്ലോറിനേക്കാളും പവർ ഉണ്ടാവും ഫസ്റ്റ് ഫ്ലോറിന്. ഇതുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് അത് കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, ഇത് നടക്കുന്നൊരു വസ്തുതയാണ്. ആളുകൾക്ക് എന്താണ് ഈ ഖുത്ബ എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പെരിന്തൽമണ്ണ പള്ളിയിൽ ഞാൻ ഖുത്ബക്ക് വന്നു, എന്നിട്ട് അതുകൊണ്ട് എനിക്ക് ഇന്ന തിന്മ ഞാൻ ഒഴിവായി, എന്തോ ഒരു പ്രത്യേക ആവേശം കിട്ടിയതുപോലെ. നമ്മുടെ പള്ളീനെ പറ്റി പലരും പറയാറില്ലേ, എനിക്ക് ഇന്ന സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് തോന്നി, ഒരുപാട് ടെൻഷൻ എനിക്ക് റിലീസായി എന്ന് ആളുകൾ പറയും. പക്ഷെ എന്തേ ആ ഒരു ചൈതന്യം ഈ അറബി ഖുത്ബ എങ്ങനെയാണോ പോയത് അതേപോലെ തന്നെ ഞങ്ങളുടെ ചങ്ങനംകുളത്തെ തഖ്വ പള്ളിയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത്, അദ്ദേഹം ഖബറിലാണ്, അള്ളാഹു മഅഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ, അദ്ദേഹം എന്നോട് പറഞ്ഞെന്നറിയോ, ഈ പള്ളി ഇവിടെ വരുമ്പോൾ ഞങ്ങൾ എന്തിനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പള്ളി പണിയണേ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചത്. പക്ഷേ ഈ പള്ളി തുടങ്ങിയപ്പോഴാണ്
ഖുതുബ എന്താണ്, ജുമ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. മറ്റത് ഞങ്ങൾ ജുമ കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് സിനിമ റിലീസ് ചെയ്യുക, നേരെ ഇങ്ങനെ സലാം വീട്ടിയത് ഓടെ ചെയ്യാം, ടിക്കറ്റ് കിട്ടുമെന്നുള്ള പേടിയുണ്ട് ഓടെ ചെയ്യാൻ. അപ്പൊ എന്താണ് ഖുതുബ എന്നുള്ളത് മനസ്സിലാക്കിയത് ഈ മലയാള ഖുതുബകൾ കേട്ടിട്ടാണ്. പ്രിയമുള്ള നിങ്ങളോട് പറഞ്ഞെന്നറിയോ, ഈ 2 വെള്ളിയാഴ്ച ഖുതുബ ഓതിയില്ലേ, ജനങ്ങളോട് എന്താ പറഞ്ഞു കൊടുത്തേ? നബാത്തിയ ഖുതുബയിൽ നബിദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞു, എങ്ങനെ റാലി നടത്തണമെന്ന് പറഞ്ഞു, നബിദിനം കൊണ്ടാടണം എന്ന് പറഞ്ഞു? ഇല്ല. ആദ്യത്തെ വെള്ളി പറഞ്ഞു, ജനങ്ങളെ കരയേണ്ട മാസമാ, കരയേണ്ട മാസമാണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അള്ളാന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞ മാസമാണ്. ഇന്നലെ നടന്ന 2ാമത്തെ ഖുതുബയിലും ജനങ്ങളോട് അതിന്റെ തുടർച്ചയാണ്. അള്ളാന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞ നൊമ്പരങ്ങളാണെങ്കിൽ എന്നിട്ട് ഖതീബ് ചോദിക്കുന്നുണ്ട്, ഏത് കണ്ണാടോ ഇത് കേട്ടിട്ട് കരയാത്തത്? ഏത് കുന്നത കുലജാതനാണ് തലയുയർത്താൻ കടിയായെന്ന് ഖതീബ് മിമ്പറിലൂടെ ചോദിക്കുമ്പോ ആ ഖുതുബയിൽ പോലും ഒരു അരവരി നബിദിനമില്ല. മിമ്പറിന്റെ താഴെ ഇറങ്ങിയിട്ട് ഉസ്താദ് പറയും ജന്മദിനം ആഘോഷിക്കേണ്ട. എന്തുകൊണ്ടാണ് ഇല്ലാത്തെന്നറിയാം? ഹിജറ 300കളിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു പ്രഭാഷകനുണ്ട്, ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന വലിയൊരു പ്രഭാഷകൻ. അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് നമ്മുടെ പള്ളികളിൽ ഇന്നും ഓതിക്കൊണ്ടിരിക്കുന്ന അറബി ഖുതുബ. അഥവാ അന്ന് അദ്ദേഹം പ്രസംഗിക്കുന്ന കാലത്ത് നബിദിനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഖുതുബകളിൽ നബിദിനം ഇടം പിടിച്ചിട്ടില്ല. അന്ന് അദ്ദേഹം റബീഉൽ അവ്വലിനെ പറഞ്ഞത് റസൂല് വഫാത്തായ മാസം എന്നുള്ളതാണ്. ആ ഖുതുബ ഉൾക്കൊള്ളുന്ന ആളുകളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, അത് ഉൾക്കൊണ്ടിട്ട് എങ്ങനെ ആഘോഷിക്കാൻ കഴിയാ? സഫർ മാസത്തിന്റെ അവസാനത്തിലാണ് അള്ളാന്റെ ഹബീബ് ഒരു സഹാബിയുടെ ജനാസ മറമാടി വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എനിക്കെന്തോ ഒരു തലവേദനയാണെന്ന് പറയുമ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ബല്ലനയാ ആയിഷ എനിക്കും നല്ല തലവേദനയുണ്ട് ആയിഷ. പ്രിയമുള്ളവരെ, തലവേദനയായി തുടങ്ങിയ പ്രവാചകന്റെ വഫാത്തിന്റെ രോഗമില്ലയോ, പിന്നീട് ശക്തമായ പനിയായി മാറി. റബീഉൽ അവ്വലിന്റെ ആദ്യ ദിവസങ്ങളിലോട് പനിയുടെ കാഠിന്യം ഓരോ ഭാര്യമാരുടെ വീട്ടിൽ മാറി മാറി താമസിക്കുന്ന പ്രവാചകനോ തിരയുന്നത് ആയിഷാന്റെ വീടാ എന്ന് മനസ്സിലാക്കിയ പ്രവാചകന്റെ ഭാര്യമാരോ റസൂലുള്ള അവരോട് അനുവാദം കൂടെ വാങ്ങിയിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് താമസം മാറുന്നത് എങ്കിലോ പനിയുടെ കാഠിന്യം കൊണ്ട് അവിടെ എത്തിയ ലോകത്തിന്റെ പ്രവാചകന് പറയുന്നുണ്ട്, ഹരീഖോ അലയ്യ മിൻ സബഇ റബ്, കെട്ടിവെച്ച 7 തോൽപാത്രങ്ങളിൽ നിന്ന് എന്റെ ശരീരത്തിലേക്കൊന്ന് വെള്ളമൊഴിച്ചു താ. ആ വെള്ളം ഇങ്ങനെ പ്രവാചകന്റെ ശരീരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ രോഗാവസ്ഥയിലും ഇങ്ങനെ പള്ളിയിലേക്ക് പോയി നിസ്കരിച്ച് കടന്നു വരുന്ന പ്രവാചകർ ഒരു മഅരിബനവൽ മുർസലാത്തി ഉർഫാ എന്ന് വരുന്ന സൂറത്ത് ഓതിയിട്ട് മഅരിബ് നമസ്കാരം നിർവഹിക്കുകയാണ്. ഇശാഇന്റെ നേരം കടന്നു വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ആയിഷ അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറയണേ ആയിഷ, അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറയണേ. റസൂലേ, അങ്ങില്ലാത്ത മിഹ്റാബില് എന്റെ വാപ്പാക്ക് ഇമാമ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ ഒഴികഴിവ് പറയുന്ന സ്ത്രീകളായി നിങ്ങൾ മാറില്ലേ ആയിഷ? റസൂലുള്ളാഹിനെ തേടി വന്ന ബിലാൽ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിലേക്ക് തിരിച്ചു ചെന്ന് പറയുന്നത് അറിഞ്ഞോ? അല്ലാഹുവിന്റെ റസൂല് വരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ അന്ന് മുതൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമാണ്. ലോകത്തോട് പ്രവാചകൻ വിട പറയുന്നതിന്റെ 5 ദിവസം മുമ്പാണ് അൻസാറുകളുടെ മജ്ലിസിലൂടെ കടന്നുപോയ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവര് വല്ലാതെ കരയാനുള്ള കാരണം അന്വേഷിച്ചപ്പോ അവര് പറയുന്നുണ്ട്, ദക്കർനാ മജ്ലിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
റസൂലുള്ളാഹിന്റെ മജ്ലിസ് ഓർത്തിട്ടാണ്. എത്ര ദിവസമായി പ്രവാചകന്റെ ക്ലാസ് കിട്ടിയിട്ട് റസൂലുള്ളാഹിനോട് വന്ന് സങ്കടം പറയുമ്പോ പ്രവാചകൻ എന്ന ലുഹറിന് വരുമെന്ന് അറിയിക്കുകയാണ്. ലുഹറിന്റെ നേരമായി പ്രവാചകൻ എഴുന്നേൽക്കുമ്പോ ബോധരഹിതനായി താഴെ വീഴുകയാ. ബോധം വരുമ്പോ ചോദിക്കുന്നു, ആയിഷ അവരെ നിസ്കരിച്ചോ? ആയിഷ ഇല്ല നബി, അവർ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അള്ളാന്റെ ഹബീബ് എഴുന്നേൽക്കുന്നു, പക്ഷേ ബോധരഹിതനായി താഴെ വീഴുകയാണ്. വീണ്ടും ചോദിക്കുന്നു, ആയിഷ അവരെ നിസ്കരിച്ചോ? ആയിഷ പലതവണ ബോധരഹിതനായി വീണ പ്രവാചകനുണ്ടല്ലോ, ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിലൂടെ കൈവച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിലേക്ക് നടന്നു വരുമ്പോ റസൂലുള്ളാഹിന്റെ കാല് പോലും നിലത്ത് നിന്ന് പൊന്തിക്കാൻ കഴിയാതെ മണലിലൂടെ വലിച്ചു കൊണ്ടുപോയ സ്ഥാനങ്ങളില് രണ്ട് ചാല പോലെ കാണപ്പെട്ടു. അവിടുന്ന് പ്രവാചകൻ മിഹ്റാബിലേക്ക് കടന്നു വരുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു മിഹ്റാബിലുണ്ട്. പ്രവാചകനെ കണ്ട് പുറകോട്ട് മാറാൻ ഒരുങ്ങുമ്പോ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു, അവിടെ തന്നെ നിന്നോ. അബൂബക്കറിന്റെ ഇടതുഭാഗത്ത് തന്നെ ഒന്ന് ഇരുത്തിത്താ. അള്ളാന്റെ ഹബീബ് ഇരുന്ന് നിസ്കരിക്കുകയാണ്. റസൂലുള്ളാഹിനെ പിന്തുടർന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിന്ന് നിസ്കരിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്ന് സകലമാന സഹാബത്തും ഇങ്ങനെ നിസ്കരിക്കുമ്പോ നിസ്കാരം കഴിഞ്ഞ് പ്രവാചകന്റെ വിളി വന്നു, അയ്യുഹന്നാസ് വസബൂ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് മുഴുവനും പ്രവാചകനിലേക്ക് ചാടി വീഴുകയാണ്. എത്ര ദിവസമായി പ്രവാചകൻ ഇങ്ങനെയൊന്ന് വിളിച്ചിട്ട്. പ്രിയമുള്ളവരെ, തൗഹീദിന് വേണ്ടി പറയുന്നുണ്ട് ലോകത്തിന്റെ പ്രവാചകന്. മുഹാജിറുകൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്, അൻസാറുകൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അവർ നമുക്ക് നൽകാനുള്ളത് മുഴുവനും തന്നവരാണ്. അവർക്ക് കൊടുക്കാനുള്ളത് ഇനിയും ഇനിയും ബാക്കിയാണ്. സഹാബ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ സൂചന കൊടുക്കുന്നുണ്ട്. വിട പറയുന്ന സൂചനകൾ വരെ നൽകുമ്പോ റസൂലുള്ളാഹിനെ വിരിപ്പിലൂടെ കൊണ്ടുപോയി കിടത്തുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, വേദനകൾ അസഹ്യമാകുമ്പോ മുഅവ്വിദതൈനി സൂറത്തുകൾ ഓതി കൈകളിലൂതി ശരീരം ഇങ്ങനെ തടവുകയാണ്. റസൂലുള്ളാഹിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയണില്ല. ആയിഷ റളിയല്ലാഹു അൻഹ സൂറത്തുകൾ ഓതി പ്രവാചകന്റെ കൈകളിലോതി റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ ശരീരം ഇങ്ങനെ തടവിക്കൊടുക്കാണ്. ഒരിക്കലും പ്രവാചകന്റെ കൈക്കുള്ള ബറക്കത്ത് എന്റെ കൈക്കില്ലല്ലോ എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റബീഉൽ അവ്വലിന്റെ വഫാത്തിനോടടുത്ത ദിവസങ്ങൾ കടന്നു വരുമ്പോ, റബീഉൽ അവ്വൽ 10ഉം 11ഉം ഇങ്ങനെ കടന്നു വരുമ്പോ നമ്മുടെ പള്ളിയിൽ ഓതിയ നബാത്തിയ ഖുത്ബയുടെ അടിസ്ഥാനങ്ങളിലൂടെ പ്രവാചകന്റെ വീട്ടിലെ ഭക്ഷണം കഴിക്കാ ഒരു മണി ഗോതമ്പിന്റെ ഭക്ഷണം പോലുമില്ല. ആയിഷ ബീവി അവിടുന്ന് ആയിഷ ബീവി അടുത്ത വീട്ടിൽ നിന്ന് എരിവ് വാങ്ങിയ എണ്ണയാണ് റസൂലുള്ളാഹിന്റെ വീട്ടിലൂടെ കത്തിച്ച് വെക്കുന്നത് എങ്കിൽ ദൂതന്റെ കയ്യിൽ പടയെങ്കി പണയപ്പെടുത്തി കിട്ടിയ ഗോതമ്പ വിട പറയുമ്പോ റസൂലുള്ളാഹിന്റെ കുടൽമാലയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ലൈറ്റ് അറേഞ്ച്മെന്റുകളായി, മാലബൾബുകളായി, തോരണങ്ങളായി, സുഭിക്ഷകരമായ ഭക്ഷണങ്ങളായി നബിദിനം ആഘോഷിക്കുന്നവരെ പഠിക്കാൻ ഇനിയും ലോകത്തിന്റെ പ്രവാചകന് ബാക്കിയാണ്. ഇനിയോ ഖുത്ബയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പുലരാൻ മടിച്ചു പോയ മദീനയുടെ പ്രഭാതമില്ലയോ? റബീഉൽ അവ്വൽ 12ന്റെ സുബഹിയില്ലയോ? ദുഃഖസാന്ദ്രമാണ് മദീന, തളർന്നുറങ്ങുകയാണ് മദീന. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ പ്രവാചകൻ ഒന്ന് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. സുബഹിന്റെ കർട്ടൻ മാറ്റി സഹാബത്തിലേക്കൊന്ന് നോക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നില് ഒന്നൊഴിയാതെ സഹാബത്ത് ഇങ്ങനെ അണിയണിയായി നിൽക്കുന്നത് കണ്ടപ്പോ അള്ളാന്റെ ഹബീബ് ഒന്ന് പുഞ്ചിരി തൂകിയെന്നാണ്.
മുത്തുനബി ചിരിക്കുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് വിചാരിക്കുന്ന പ്രവാചകന്റെ രോഗത്തിന് ശമനമുണ്ടെന്നാണ്. അതുവരെ മസ്ജിദുൻ നബവിയുമായി ചുറ്റിപ്പറ്റി നിന്നിരുന്ന സ്വഹാബ മദീനയുടെ പല ഭാഗങ്ങളിലേക്കും അവര് ജോലിക്ക് പോവുകയാണ്. എന്നാൽ അന്നിന്റെ ദുഹാ സമയം ഇങ്ങ് കടന്നു വന്നപ്പോ റസൂലുള്ളാഹിന്റെ റൂഹ് പിടിക്കാ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന രംഗമാ. പ്രവാചകന്റെ വീട്ടിലെ സ്ത്രീകളല്ലാതെ ബാക്കിയില്ല. റൂഹ് പിടിക്കാനായി ഒരുങ്ങുമ്പോഴാണ് അളിയനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ പോക്കറ്റിലിരിക്കുന്ന അറാക്കിലേക്ക് ഇങ്ങനെ ആംഗ്യം കാണിക്കുമ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അറാക്കെടുത്ത് വായിൽ വെച്ച് ചവച്ച് പദം വരുത്തി റസൂലുള്ളാഹിന്റെ പല്ല് ഞാൻ തേച്ചു കൊടുക്കുമ്പോ അവസാനമായി റസൂലുള്ളാഹിന്റെ ഉമിനീരുമായി ചേർന്നത് എന്റെ ഉമിനീരാണെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുമ്പോ റൂഹ് പിടിക്കാൻ ഒരുങ്ങുമ്പോ വേദന അസഹ്യമായി കടന്നു വരുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ നെറ്റിത്തടം വല്ലാതെ വിയർക്കുകയാണ്. വേദനയുടെ കാഠിന്യം കൊണ്ട് കൈകാലുകൾ ഇങ്ങനെ നീട്ടുകയും മടക്കുകയും ചെയ്യുന്നുണ്ട്. തലഭാഗത്ത് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിലൂടെ കൈമുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, വേദനിക്കുന്നോ നബിയേ, വേദനിക്കുന്നോ നബിയേ? കരയല്ലേ മോളെ ഫാത്തിമ, ഇന്നത്തെ കഴിഞ്ഞാല് വാപ്പാക്ക് വേദനയില്ല മോളെ, ഇന്നത്തെ കഴിഞ്ഞാല് വാപ്പാക്ക് വേദനയില്ല മോള്. വേദന ഇങ്ങനെ കടിച്ചമർത്തുന്ന സന്ദർഭങ്ങളില് അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ പോലും ചോദിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ടോ, വേദനിക്കുന്നോ നബിയേ? ആയിഷ, ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അലമുത്തഅമുല്ലദീ അകൽതു ഫീ ഖൈബറ. പണ്ട് ഖൈബറിന്റെ മണ്ണില് ജൂദസ്രീദ് എന്ന വിഷത്തിന്റെ ഭക്ഷണമില്ലയോ, അതിന്റെ വേദന പോലും ഞാനിപ്പോ അറിയുന്നുണ്ട് ആയിഷ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാ, ഇന്നലിൽ മൗതി ലസകറാ. മരണത്തിന് സഹിക്കാൻ കഴിയാത്ത അസഹനീയമായ വേദനയുണ്ട് ആയിഷ. ഇതുകൂടെ പറഞ്ഞ് പ്രവാചകന്റെ കൈ മുകളിലേക്ക് ഉയരുകയാണ്. പ്രവാചകന്റെ കൈകൾ ഇങ്ങനെ താഴോട്ട് വീഴുകയാണ്. വിട പറഞ്ഞു പോയി ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. ആകാശ ലോകമായുള്ള ബന്ധം മുറിയുകയാ, വഹിയിന്റെ നാദം നിലക്കുകയാ. ദുഃഖസാന്ദ്രമാണ് മദീന, താങ്ങാൻ കഴിയുമോ സഹാബത്തിന്? പ്രിയമുള്ളവര്, അന്ന് പ്രവാചകൻ അറബി ഖുത്ബയുടെ അടിസ്ഥാനങ്ങളിലോട് റബീഉൽ അവ്വൽ 12 ളുഹാ സമയമില്ലയോ, പ്രവാചകന്റെ ജീവിതത്തില് ഏറ്റവും വലിയ നൊമ്പരം അനുഭവിച്ചു പോയ ളുഹാ സമയമില്ലയോ? എങ്ങനെ കഴിയുന്നു നിനക്ക് പായസങ്ങളെ കൊണ്ട് ആഹ്ലാദിക്കാ? എങ്ങനെ കഴിയുന്നു നിനക്ക് മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം വിളിക്കാ? ദഫിന്റെ അകമ്പടികളോടുകൂടെ ചാടിക്കളിക്കാ? അന്ന് സഹാബത്തിന്റെ മാനസികാവസ്ഥ അറിയുമോ? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരാണ്. അവിടുന്ന് പറഞ്ഞില്ലേ, എന്റെ റസൂല് വഫാത്തായെന്ന് ആര് പറഞ്ഞു? അവന്റെ തല ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. ദേശത്തോടുകൂടെ വാളൂരി നിൽക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ല. ദൂരെ നിന്ന് കുതിരപ്പുറത്ത് കടന്നു വരികയാണ്. ബി അബീ വ അൻത ഉമ്മീ യാ നബിയല്ലാഹ്. അറബികളുടെ അങ്ങേയറ്റത്തെ സ്നേഹപ്രകടനമാണെങ്കിൽ അവിടുന്ന് തിരിഞ്ഞു നോക്കുമ്പോ സഹാബത്തൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഉമർ ദേശത്തോടുകൂടെ വാളൂരി നിൽക്കാണ്. നേരെ മിമ്പറിലേക്ക് ഓടിക്കയറി ജനങ്ങളോട് പറഞ്ഞില്ലേ, വമൻ കാന യഅബ്ദു മുഹമ്മദാ, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചത് എങ്കിൽ ഫഇന്ന മുഹമ്മദുൻ ഖദ് മാത്, മുഹമ്മദ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. വമൻ കാന യഅബ്ദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്,
അള്ളാഹു മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാ. അള്ളാന്റെ മുത്ത് റസൂൽ വിട പറഞ്ഞിട്ടുണ്ട്, ഇന്നക മയ്യിതൂൻ ഇന്നഹും മയ്യിതൂൻ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ എന്ന് വരുന്ന ആയത്തുകൾ കൂടെ ഓതിക്കൊടുക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു തളർന്നിരുന്ന് പോയിട്ടുണ്ടെങ്കിലോ, സഹാബത്തെ സങ്കടത്തോടെ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലോ, അന്ന് മദീനയുടെ അവസ്ഥ അറിയുമോ? ബിലാൽ വരെ മദീനയോടെ പ്രവാചകനെ മറവ് ചെയ്യുന്ന ദിവസങ്ങളിലോ, ബിലാൽ വരെ നാട് വിട്ടുപോയ ദിവസമാണെങ്കിലോ, റസൂലുള്ളാഹിന്റെ ഖബർ മറമാടിയിട്ട് അനസ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരുമ്പോ ഫാത്തിമ ബീവി ചോദിച്ചില്ല, അനസേ പുണ്യഭൂമേനിയിൽ മണ്ണിടാ നിങ്ങൾക്ക് കഴിഞ്ഞോ അനസേ? അവിടുന്ന് പറയാണ്, ഞങ്ങളുടെ കൈകള് വിറച്ചു പോയെന്നാ, ഞങ്ങളുടെ കൈകള് വിറച്ചു പോയെന്നാണ്. അത്രമേൽ സങ്കടങ്ങളുണ്ട്. യഥാ ഖത്തീബ് വെള്ളിയാഴ്ച മെമ്പറിൽ ചോദിച്ചേ, ഏത് കണ്ണാടോ ഇത് കേട്ടിട്ട് കരയാത്തത്? ഏത് കുന്നത കുലജാതനാണ് തലയുയർത്താൻ കഴിയണേ? നമ്മൾ ഉൾക്കൊണ്ടോ ആ ഖുതുബ? നമ്മൾ ഉൾക്കൊണ്ടോ? ഇനി പ്രിയമുള്ളവരെ, ഞാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുമ്പോ നമ്മൾ പറയുന്നതൊക്കെ റസൂലുള്ളാഹിനെ മദ്ഹ് പറയാനാണ്. മൗലിദിന്റെ അകമ്പടികളിലാണ് ഈ മാസം ഇങ്ങനെ ആഘോഷിക്കുക. സാധാരണക്കാരെ മങ്കുസ് മൗലിദാണ് സാധാരണ ചെല്ലാറുള്ളത്. ആരുണ്ടാക്കിയെന്ന് അറിഞ്ഞൂടാ, ആരെഴുതിയെന്ന് അറിഞ്ഞൂടാ. സൈനുദ്ദീൻ മഖ്ദൂം എഴുതി എന്ന് പറയപ്പെടുന്ന എന്നാണ് ഉസ്താദുമാര് പോലും പറയാം. അതിന്റെ മൗലിദ് ഓതി പരിചയമുള്ളവർക്കറിയാം. വറുവിയ എന്ന പ്രയോഗത്തിലാണ് മൗലിദ് കിതാബ് കാണാം. അതിന്റെ അർത്ഥം എന്തെന്നറിയോ? അത് തസ്ഈർ എന്നാണ് അതിനെ നമ്മൾ പറയാ. എന്ന് പറഞ്ഞാൽ അഡ്രസ് ഇല്ലാത്തതാണ്. ഇങ്ങനെ പറയപ്പെടുന്നു. പ്രവാചകനിൽ നിന്ന് ഇന്ന സനദിൽ ഇന്ന വിഷയം ഉദ്ധരിക്കുന്നു അതിലില്ല. മങ്കുസ് മൗലിദിന്റെ 2 ഹിക്കായത്ത് പാരായണം ചെയ്യുമ്പോഴേക്ക് മുത്തുനബിയുടെ പേരിൽ 51 കളവ് പറഞ്ഞിട്ടല്ലാതെ, റെക്കോർഡറാണ്, ആധികാരികമായിട്ട് പറയണേ. മങ്കുസ് മൗലിദ് മുഴുവൻ ഓതണ്ട, 2 ഹിക്കായത്ത് പാരായണം ചെയ്യുമ്പോഴേക്കും ഹദീസിന് വൈരുദ്ധ്യമായ 51 കളവ് മുത്തുനബിയുടെ പേരിൽ പറഞ്ഞിട്ടല്ലാതെ ഒരാൾ ആ 2 ഹിക്കായത്ത് ഓതി തീർക്കണില്ല. സാധാരണക്കാർ അർത്ഥം അറിയാത്തോണ്ടാണ്. അങ്ങനെ പള്ളിയിലൊക്കെ ഇങ്ങനെ മൗലൂദ് ഓതും. അപ്പൊ അതിൽ 2ാമത്തെ ഹിക്കായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ വഖാല ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് മാലുഹു. ആൾക്കാർ ഒരു ഉസ്താദിന് ചൊല്ലും, ബാക്കിയുള്ളവർ ജവാബ് ചൊല്ലും. വഖാല ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് മാലുഹു എന്ന് ചൊല്ലുമ്പോ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരൊക്കെ റളിയല്ലാഹു അൻഹു എന്ന് പറയും. കാരണം കേൾക്കുമ്പോൾ ഉസ്മാൻ ഹുവൈരിസ് ഒക്കെ കേട്ട നമ്മൾ വിചാരിക്കും നല്ല മുന്തിയ ഒരു സഹാബിന്റെ പേരാണ്. സത്യത്തിൽ അമ്പലത്തിലെ പൂജാരിന്റെ പേരാണ് ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്ന് പറയണേ. റസൂലുള്ളാഹി ജനിച്ചപ്പോ വിഗ്രഹം താഴെ വീണുന്നു. അത് കേട്ടിട്ട് ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് സംസാരിക്കാൻ, അതാണ് മെമ്പറിൽ കൂടെ പള്ളി മിനാരത്തിൽ കൂടെ കേൾക്കാ, തനക്കസ്തമചുലൂബൻ ഫമാദാക കുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ലീറു ബിസുഹബി. ഏ ബിംബമേ, നീ എന്താ വീണ് കിടക്കണേ? സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയതി. അങ്ങനെ ജവാബും ചൊല്ലും. ആ കഥയിൽ പെട്ട ആളാണ്. ഒന്നുകിൽ അത് മുഴുവൻ പറയാം, അല്ലാതെ ഇങ്ങനെ ഓരോ വരി കൂടെ ബിംബമേ നീ എന്താ വീണ് കിടക്കണേ, സ്വലാത്തും വതസ്ലീമുൻ, ഇങ്ങനെ പള്ളിയിലിരുന്ന് മൗലൂദൂതും. നമ്മൾ വിചാരിക്കുന്നത് നബിയോട് സ്നേഹാണ്, നബിയോടുള്ള ഇഷ്ടമല്ല. അള്ളാന്റെ ഹബീബ് നുണ പറഞ്ഞു എന്ന് സിദ്ദീഖ് മൗലിദിൽ യഹൂദ റബ്ബിമാരുടെ തൂലികളാൽ വൈകൃതമായി പോയ ബൈബിളിന്റെ അനാവരണങ്ങളെ പോലെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ സംബന്ധിച്ച് കളവുകൾ വന്നതുപോലെ ഇവിടെയും കടന്നു വന്നു. സിദ്ദീഖ് മൗലിദിൽ ബാലൻസ് ഒപ്പിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹി നുണ പറഞ്ഞവനാണ്. സഹിക്കാൻ പറ്റുമോ നമുക്ക്? അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇതൊക്കെ മദ്ഹ എന്ന് പറഞ്ഞിട്ടാണ്. ഞാനെന്താ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരൊറ്റ കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താൻ. നമ്മുടെ നാട്ടിൽ സാധാരണ ഇപ്പൊ ഈ ഓണം സീസണിൽ നമ്മളൊക്കെ കേൾക്കുന്നത് മഹാബലിയുടെ ചരിത്രങ്ങളാണ്. എന്താണ്? മഹാബലിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നും ഇനി ഒരു വർഷം കഴിഞ്ഞാൽ മഹാബലി തിരിച്ചു വരും, കൊല്ലം പ്രജകളെ കാണാൻ വരുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് ഓണം സെലിബ്രേഷൻ നടക്കുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ ഈ ഐതിഹ്യ കഥകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കും.
എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതേപോലെ സമാനമായ കഥകൾ ഈ മൗലിദ് കിതാബിലുണ്ട്. നിങ്ങൾക്കറിയോ, അള്ളാഹുവിന്റെ റസൂല് മിഅ്റാജ് പോകുമ്പോ കോണി വഴുതി റസൂലുള്ള താഴേക്ക് പോയി എന്നാണ്. ആ സമയത്ത് മൊയ്തീൻ ഷെയ്ഖ് ഷോൾഡർ കാണിച്ചു കൊടുത്തു. അത് റസൂലുള്ള പറഞ്ഞു ഇല്ല. ഹദീസിൽ എവിടെങ്കിലും പറഞ്ഞു ഇല്ല. ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ടോ? ഇല്ല. പിന്നെ എവിടുന്ന കിട്ടിയേ? ഈ മൗലിദ് കിതാബിലുണ്ട്. മൊയ്തീൻ ഷെയ്ഖ് ഷോൾഡർ കാണിച്ചു കൊടുത്തപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ലോകത്തിലെ മുഴുവൻ ഔലിയാക്കളും നിന്റെ കാലിന്റെ ചോട്ടിലാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു എല്ലാ ഔലിയാക്കളോടും വരാൻ പറഞ്ഞു. അങ്ങനെയാണ് മുഹിയുദ്ദീൻ മാലയിലെ കഫ് മല ഇന്നും നാട്ടുന്നും ബഹർ മോഹിച്ചെന്നും ഇവിടുന്നൊക്കെ ഔലിയാക്കൾ ഇങ്ങനെ കടന്നു വരികയാണ്. എല്ലാരും വന്നു. കൂട്ടത്തിൽ അബൂബക്കർ പറഞ്ഞു എന്റെ തല ഞാൻ താത്തി തരൂല്ല. അങ്ങനെ മൂപ്പര് ഈ ഔലിയാക്കളുടെ കൂട്ടത്തിൽ നിന്ന് അബൂബക്കറിന്റെ വിലായത്ത് പട്ടം തെറിപ്പിച്ചു കളഞ്ഞു. മാത്രമല്ല, ഈ അബൂബക്കറിനെ ഭൂമിക്ക് താത്തി കളഞ്ഞു. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം കണ്ടില് പൊന്താമെന്നുള്ള ഓഫർ, അത് ഭാര്യ മക്കളൊക്കെ വന്ന് കരഞ്ഞപ്പോ ആഴ്ചയിൽ ഒരു ദിവസം കണ്ട്. അപ്പൊ ഈ കുടുംബം പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഇയാള് കണ്ടിൽ ഇങ്ങനെ വരുമ്പോഴും താഴേക്ക് ഇങ്ങനെ പോവും. അവസാനം ഇദ്ദേഹത്തിന്റെ ഒരു മുരീദ് മൊയ്തീൻ ഷെയ്ഖിന് ഖിദ്മത്തൊക്കെ എടുത്ത് അതിലെ കുത്തുബിയത്തിലൊക്കെ ബാക്കിയാണ്. അപ്പിബ് കൊട്ട ചുമന്നൊരു കഥ പറയാൻ നമുക്ക് പ്രയാസമുണ്ട്. ഈ ചന്ദനത്തിരിയും വെള്ളത്തുണിയുടെയും മൊഞ്ചല്ലാതെ മൗലിദ് കിതാബിൽ വേറൊന്നുമില്ല. അപ്പൊ ഇതുപോലത്തെ ഐതിഹ്യ കഥകളാണ് ഈ മാല മൗലിദുകൾക്കുള്ളിലൂടെ കടന്നു വരുന്നത് എന്നുള്ളതാണ്. തനിച്ചതായ ശിർക്ക് റസൂലുള്ളാഹിയെ ഒരു പ്രകാശമായിരുന്നു. 10,000 കൊല്ലം 7 കടലുകളിൽ ആ പ്രകാശത്തിനെ നിക്ഷേപിച്ച് അതൊന്ന് കൊടഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് അർശുണ്ടായത്, പ്രവാചകന്മാരുണ്ടായതെന്ന് പറയുന്ന പ്രകാശത്തിന്റെ കഥകളുണ്ട്. ഈ റബീഉൽ അവ്വൽ മാസത്തില് ആദരവോടുകൂടെ എഴുന്നേറ്റെന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അബദുഹുക്കൽ മിസ്കീനോ യർജു ഫളലകൽ ജമ്മല്ലോ ഫീറോ. പാപങ്ങളെ പുറത്തു തരുന്ന നബിയേ, അങ്ങയുടെ പാവപ്പെട്ടതായ അടിമ ഇതാ വന്നിരിക്കുന്നു നബിയേ. നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നവനാരാ? അല്ലാഹുവാണ്. ഇനി റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ അങ്ങയുടെ അടിമ ഇതാ. നമ്മൾ ആരുടെ അടിമയാണ്? അള്ളാന്റെ അടിമയാണ്, റസൂലുള്ളാഹിന്റെ അടിമയല്ല. ഉസ്താദ്മാർ ആൾക്കാരോടൊക്കെ പറഞ്ഞത് യജമാനന്റെ അടിമ എന്നുള്ള അർത്ഥത്തിലാണ്. അതിന്റെ താഴെ വായിച്ചു നോക്കുമ്പോ അന്തസത്താറിൽ ഇതൊക്കെ പറഞ്ഞിട്ട് വായിക്കുമ്പോ അത് യജമാനന്റെ അടിമയല്ല, പടച്ചവന്റെ അടിമ പറയണ പോലെ റസൂലുള്ളാഹിന്റെ അടിമകളാണ് നമ്മളെന്ന് പറഞ്ഞു. ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസാ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ നബിയെ ക്രിസ്ത്യാനികൾ വാഴ്ത്തി പറഞ്ഞ പോലെ എന്നെ നിങ്ങൾ വാഴ്ത്തി പറയല്ലേ. അള്ളാന്റെ പ്രവാചകനായ ഈസാ നബിയുടെ അടിമകളാണ് എന്ന് ഇന്ന് ക്രിസ്തു സമുദായം ഈസാ നബി ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ്, അവരുടെ അടിമകളാണ് നമ്മളെന്ന് വാദിക്കുന്ന അതേ വാദങ്ങൾ കടന്നു വന്നു. ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ഫീ ജുഹരി ലബ്ബിൻ ലതബിഅതുമൂഹും. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ അവരെ പിന്തുടരുമെന്ന്. അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിലൂടെ കയറിപ്പോയാൽ അതുപോലും നിങ്ങൾ അനുകരിച്ചുകൊണ്ട് കടന്നു പോകുമെന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈസാ നബിയുടെ കാലം കഴിഞ്ഞ് 300 വർഷങ്ങൾക്ക് ശേഷമാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷം കൊണ്ടുവന്നതെങ്കിൽ, പ്രവാചകന്റെ കാലം കഴിഞ്ഞ് 300 വർഷം കഴിഞ്ഞിട്ടാണ് ഫാത്തിമിയാക്കളിൽ പെട്ട മുല്ല ഉമർ എന്ന ഷിയ പ്രവാചകന്റെ പേരിൽ ജന്മദിനാഘോഷം കൊണ്ടുവന്നത്. അവരെ പിന്തുടർന്നു. മറ്റൊരു ഉദ്ധരണിയിലെ ഒരു കാലിന്റെ ചെരുപ്പിനോട് മറുകാലിന്റെ ചെരുപ്പ് സമമാകുന്നത് പോലെ. എന്തുകൊണ്ട്? ഒരു കാലിന്റെ ചെരുപ്പ് പൊട്ടി വിചാരിക്കാം, അതേ കമ്പനിയുടെ അതേ ബ്രാൻഡ് അതേ സൈസ് പെരിന്തൽമണ്ണ ഒരു ഫുട്വെയറിൽ നമ്മൾ വാങ്ങിയാൽ വ്യത്യാസം ഉണ്ടാവും. കാരണം ഒന്നിന് തേയ്മാനം ഉണ്ടാവും. അങ്ങനെ 2 കാല് സമമാകുന്ന പോലെ ജൂത ക്രിസ്ത്യാനികളോട് നിങ്ങൾ സമാവുന്നാൻ. 2016-ലും 2017-ലും ക്രിസ്മസും നബിദിനും ഒരുമിച്ചായിരുന്നു. ഡിസംബർ 24, 25 വന്നു. ഡിസംബർ 16-ഉം 25-ഉം വന്നു. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു ക്രിസ്ത്യൻ ചർച്ച് എങ്ങനെയാണോ അലങ്കരിച്ചത്, തൊട്ടുപ്പുറത്ത് അതേപോലെ മുസ്ലിം പള്ളിയും അലങ്കരിച്ചിട്ടുണ്ട്. നബിദിനത്തിന്റെ കേക്ക് വന്നു. ക്രിസ്മസ് പോലെ പ്ലോട്ടുകൾ വന്നു. പല പണ്ഡിതന്മാരുടെ കയ്യിൽ നിന്ന് നിയന്ത്രണങ്ങൾ പോയി അല്ലേ? നിങ്ങൾ നോക്ക്,
ഏതൊക്കെ ലൈറ്റുകളാണ്, ഏതൊക്കെ ഡാൻസുകളാണ്. നബിദിനത്തിന്റെ പ്രത്യേകമായ പാട്ടുകൾ വന്നു, പ്ലോട്ടുകൾ വന്നു, ഉണ്ണി മുഹമ്മദ്മാര് രംഗപ്രവേശനങ്ങൾ വന്നു, ഡാൻസുകൾ വന്നു, റിബൺ തലയിൽ വെച്ച് നൃത്തം വെക്കുന്ന അവസ്ഥകൾ വന്നു, സിനിമാ പാട്ടിന്റെ പേരടി പാട്ടുകളിൽ ചാടിക്കളിക്കാൻ തുടങ്ങി. ഒക്കെ ഞങ്ങൾക്ക് മുത്തനബിയോടുള്ള മഹബത്ത് എന്നൊരു ലേബളും പണ്ഡിതന്മാരുടെ കയ്യിൽ നിന്ന് വരെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു പോയത് ഒരാഘോഷത്തിനുള്ള ലൈസൻസ് വകവെച്ചു കൊടുത്തുകൊണ്ടാണ്. ഉത്സവപ്പറമ്പിൽ ചാടാൻ ഈ ആൾക്കാരുണ്ടാവും, പള്ളിപ്പെരുന്നാളിന് ഈ ആൾക്കാരുണ്ടാവും, ഓണം ആഘോഷത്തിന്റെ പേര് പറഞ്ഞ് റോട്ടില് കോമാളിത്തരം കളിച്ച് ചാടിക്കളിക്കാൻ ഇതേ ആൾക്കാരുണ്ടാവും. ഓക്കെ, ഇന്നലെ കോളേജുകളുടെ ക്ലോസിംഗ് ഡേ, പല വേഷം കെട്ടി ചാടിക്കളിക്കാൻ, പല കോലം കെട്ടി ചാടിക്കളിക്കാൻ, മുസ്ലിം മുമ്പത്തിലെ പെൺകുട്ടികൾ വരെ റോഡിൽ വെച്ച് തുള്ളിക്കളിക്കാൻ ഒക്കെ ഒരു സജ്ജമാണ്. അതേ ആൾക്കാർ ഇൻഷാ അല്ലാഹ് ഈ ചൊവ്വാഴ്ച നബിദിനം വന്നാൽ അവരെ റാലിയിലും കാണാൻ പറ്റും. അവരെ ആഘോഷത്തിന്റെ പ്രകടനപരതയിലാണ് ആളുകളുള്ളത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് മദ്ഹും മൗലിദൊക്കെ പാടുമ്പോ ശ്രദ്ധിക്കണേ, അതിനോട് അന്ധമായി എതിർക്കുകയല്ല. പുതുതായി കടന്നു വന്നത് കൊണ്ട്, ഷിർക്കുകളുള്ളത് കൊണ്ട്, ഖുർആനിനും ഹദീസിനും എതിരുള്ളത് കൊണ്ട്, അങ്ങേയറ്റം പ്രമാണ വിരുദ്ധമായ കാര്യങ്ങളുള്ളത് കൊണ്ട്, മുത്തുനബിയെ അവഹേളിക്കുന്ന, സ്വഹാബത്തിനെ നിന്ദിക്കുന്ന വരികളുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞു. നമുക്ക് ഇൻഷാ അല്ലാഹ് മാല മൗലിദുകളിലേക്ക് തൊടാൻ നമുക്കിപ്പൊ സമയമില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ആധികാരികമായി തീർത്തു പറയും, മുത്തുനബി നുണ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് 35-ാമത്തെ വയസ്സിലുണ്ടായ മിഅ്റാജിൽ, 51-ാമത്തെ വയസ്സിലുണ്ടായ മിഅ്റാജിൽ കിട്ടിയ ആപ്പിൾ പഴം കൊണ്ടാണ് 35-ാമത്തെ വയസ്സിൽ ഫാത്തിമ ജനിച്ചതെന്ന് നിങ്ങൾ അവിടെ കള്ളങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹ്ക്കും മേലെയാണ് മൊയ്തി ഷെയ്ഖ് എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഔലിയാക്കളെ തമ്മി തല്ലുന്നവരാണെന്ന് അറബി മലയാളത്തിലുള്ള മുഹിയുദ്ദീൻ മാലയില് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച പാതിരാത്രി 12 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നീട് അഡീഷണൽ സുജൂദിൽ കിടന്ന ആവശ്യം പറഞ്ഞ് ഇറാഖിന്റെ ബഗ്ദാദിന്റെ ഭാഗത്തേക്ക് 11 കാരണി വെച്ച് 11 രീതിയിൽ മൊയ്തി ഷെയ്ഖിനെ വിളിക്കണമെന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഇതൊക്കെ മദ്ഹിന്റെ ലേബലിലൂടെ കൊണ്ടുവരല്ലേ എന്താണ്? ഇനിയിപ്പോ അടുത്ത ദിവസം മുതൽ വരാനിരിക്കുന്ന ഒരു ട്രെൻഡ് കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാനത് അവസാനിപ്പിക്കാൻ. നമ്മൾ പറയും ബുർദ മജ്ലിസുകളാണെന്നൊക്കെ പറഞ്ഞ്, പണ്ട് പാതിരാവാതിന്റെ മുമ്പ് മൗലായ സല്ലി വസല്ലിംദാഇ മന്നഹബദാ അങ്ങനെ കൊണ്ടേയിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വസല്ലിംദാഇ മന്നഹബദാ വസല്ലിം ദായിമൻ അബദ എന്നാ പറഞ്ഞേ. ഇതിങ്ങനെ നീട്ടിയൊക്കെ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു അതിന് പിന്നെ പോരാ, അത് ഉഷാറ് പോരാ, അതുകൊണ്ട് അതിനെ മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ കൊണ്ടുവരണം എന്നാണ് ഞാൻ പറഞ്ഞ. എല്ലാട്ടും നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് വേണ്ട. യൂട്യൂബില് നിങ്ങൾ മൈക്കൽ ജാക്സൺ, വിഷമം വിചാരിക്കേണ്ട, സെർച്ച് ചെയ്യാൻ വേണ്ടി പറയാം. മൈക്കൽ ജാക്സൺ സഖാഫി എന്നടിച്ചാല് നിങ്ങൾക്കൊരു സഖാഫി ഉസ്താദിന്റെ പ്രസംഗം കിട്ടും യൂട്യൂബില്. അപ്പൊ അതില് അദ്ദേഹം പറയുന്നുണ്ട്, ഈ മൗലായനെ മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ കൊണ്ടുവരണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ബുർദ മജ്ലിസുകളൊക്കെ ഉണ്ടാക്കിയത്. അതായത് ഒരാള് ദഫ് ഇങ്ങനെ കമത്തി വെച്ച് കുടു വെച്ചിട്ട് ഇങ്ങനെ കുട്ട. അപ്പൊ ഒരാള് മൈക്കില് അല്ലാ 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 അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചുമച്ചിട്ട് എന്ത് ചെയ്യും, ശബ്ദം ഉണ്ടാക്കും. അപ്പൊ ഒരാൾ ഇതിനെ വ്യത്യസ്തമായ ട്യൂണിൽ ഇങ്ങനെ ചൊല്ലും. അതിന്റെ ഇടയിൽ ഇങ്ങനെ ബുക്കാവോ എന്നൊക്കെ പറഞ്ഞ ഒരു ഉറുദിട്ട് കൊടുക്കും, പൊട്ടിൽ തേങ്ങണ്ണ പോലെ. നിങ്ങൾ അതിങ്ങനെ അള്ളാനെ വിളിക്കുന്ന ഒരു കോരുണ്ട്, അല്ലാ 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 ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാനെ വിളിക്കുന്ന മനസ്സിന് വേദന വരുമ്പോ, സങ്കടം വരുമ്പോ നമ്മൾ ദീനിന് എന്ത് ചെയ്യരുത്, ഒരു ഹാസ്യമാക്കി നമ്മൾ മാറ്റരുത്. പ്രിയമുള്ളവരെ, മുത്തുനബി ഏതൊന്നാണോ ദീന് കാണിച്ചത്, അവിടുത്തെ സ്വഹാബത്ത് എങ്ങനെയാണോ ദീനിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചത്, അതുപോലെ നമുക്ക് ഇവിടെ പറയാം. ഒരൊറ്റ വാക്കോടെ ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കേ, നമ്മൾ പറയുന്ന ഈ റബീഉൽ അവ്വൽ 12-ഉം ഈ റാലിയും ഈ DJ ഡാൻസും ഈ ഫുഡ് പരിപാടിയും അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുന്ന ഈ മൗലൂദ് ചൊല്ലലും ഈ ചാടിക്കളിക്കുന്ന ഷാദുൽ റാത്തീബും ഒന്നുകൂടെ കടന്നുപോയി ആയുധമെടുത്ത് ശരീരത്തിലൂടെ കുത്തുന്ന കുത്തറാത്തീബും ദീനാണ്, അമലുസ്വാലിഹാത്താണ് എന്ന് തന്നെ നമ്മൾ വിചാരിക്കുക. നാളെ അള്ളാന്റെ കോടതിയിൽ കടന്നു ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് പെരിന്തൽമണ്ണക്കാരൊക്കെ ഉണ്ട്, മറുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗത്ഭരായ സഹാബത്തൊക്കെ ഉണ്ട്. അവരുടെ നന്മയുടെ ഏടുകളൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ
പെരിന്തൽമണ്ണക്കാരുടെ ഏടില് മജ്‌ലിസുന്നൂറുണ്ട്, മഹദറത്തുൽ ബദരിയുണ്ട്, കുത്തറാത്തീബുണ്ട്, നബിദിനുണ്ട്, റാലിയുണ്ട്, ചീരണിയുണ്ട്, DJ ഡാൻസ് ഉണ്ട്, എല്ലാ സംഭവമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിന്റെ ഒക്കെ ഏടില് ഖുർആൻ പാരായണുണ്ട്, ദിക്റുകളുണ്ട്, സ്വലാത്തുണ്ട്, മദ്ഹുണ്ട്, അതുപോലെ തന്നെ സ്വതക്കകളുണ്ട്, യുദ്ധത്തിന്റെ രണഭൂമിയിലുള്ള ജിഹാദുകളുണ്ട്, രോഗസന്ദർശനുണ്ട്, അതുപോലെ തന്നെ ജനാസയുമായി ബന്ധപ്പെട്ട പുണ്യകർമ്മങ്ങളുണ്ട്, ഒരുപാട് പുണ്യകർമ്മങ്ങൾ. നിങ്ങൾ ആലോചിച്ചൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്ക വന്ന് ചോദിക്കുക, എന്താ നബിയെ പെരിന്തൽമണ്ണക്കാരുടെ ഏടിലുള്ള പുണ്യകർമ്മൊന്നും ഞങ്ങളോട് പഠിപ്പിച്ചു തരാത്തെ? അവർക്ക് എന്തുമാത്രം പുണ്യങ്ങളാ കുത്തുബിയ്യത്തും കുത്താറാത്തിബും മജ്‌ലിസുന്നൂറും നബിദിനവും ദിക്ർ ഹൽക്കയും മഹദറത്തുൽ ബദരി, എന്താ റസൂലേ ഞങ്ങളോട് പറഞ്ഞു തരാത്തത്? അത് അബൂബക്കറെ, ഉമറെ, നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തോണ്ടാണ്. അത് പെരിന്തൽമണ്ണക്കാർക്ക് മനസ്സിലായിട്ടുള്ള മഹത്തായ പുണ്യകർമ്മങ്ങളാണ് എന്ന് പറയുന്നൊരു ഗതികേട് അള്ളാന്റെ ദീനിനുണ്ടാവുന്ന നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ പ്രിയമുള്ളവരെ. അന്ന് ദുൽഹജ്ജ് 9 അസ്ർ നമസ്കാര ശേഷം ഒട്ടകപ്പുറത്തിരിക്കവേ ജിബ്രീൽ അലൈഹിസ്സലാം 5-ാം അധ്യായത്തിലെ 3-ാമത്തെ ആയത്തിലൂടെ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു എന്ന ആയത്തിറക്കുമ്പോ പ്രവാചകൻ വിട പറയുന്നതിന്റെ 3 മാസം മുമ്പ് ഏത് ദീനാണോ ആയത്തിറക്കി അള്ളാഹു പൂർത്തീകരിച്ചത്, ആ ദീനാണ് നമുക്ക് മതമായി അനുഷ്ഠിക്കാനുള്ളത്. അതുകൊണ്ട് മുത്തുനബിയോട് ഇഷ്ടമുണ്ടോ? വഅല്ലാ യുഅബദല്ലാഹ ഇല്ലാ മാ ശറഅ, ആ പ്രവാചകൻ നിയമമാക്കിയതല്ലാത്ത ഒന്നും മതമായി ചെയ്യാൻ പാടില്ല. നിങ്ങൾ പ്രസംഗം വെച്ചല്ലോ, നിങ്ങൾ മൈക്കേ കൂടെ സംസാരിച്ചല്ലോ, അത് നബിയുടെ കാലത്തുണ്ടോ? നിങ്ങളുടെ പള്ളിയിലെ ഖുർആൻ ക്ലാസ് നടത്തുന്നിടത്ത് വെച്ച് നിങ്ങൾ വിജ്ഞാന വേദികൾ പറഞ്ഞ് നടത്തുന്നുണ്ടല്ലോ, നിങ്ങൾ നടത്തിയ പോലെ മൈക്കേ കൂടെ നബിയുടെ കാലത്തുണ്ടോ? ഇതുപോലത്തെ ഫ്ലഡ് ലൈറ്റ് നബിയുടെ കാലത്തുണ്ടോ? LCD പ്രൊജക്ട് നബിയുടെ കാലത്തുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ബിദ്അത്താകണമെങ്കിൽ ഇല്ലാ മാ ശറഅ, മതമായിട്ട് ചെയ്യാൻ പ്രവാചകൻ പഠിപ്പിക്കുക ചെയ്യരുത്. മൈക്ക് മതമല്ല. അതുകൊണ്ട് മതമായിട്ടൊന്നും കൊണ്ടുവരാൻ നമുക്ക് ആർക്കും അവകാശമില്ല, ഒരു സൂചിപ്പൊട്ട് കാര്യം പോലും. പ്രിയമുള്ളവരെ, ഇത് ബിദ്അത്ത് ചെയ്തവരാണോ? അള്ളാഹു സ്വർഗം കൊടുക്കൂല കേട്ടോ, അള്ളാഹു സ്വർഗം കൊടുക്കൂല. ഹൗദുൽ കൗസറിന്റെ ഭാഗത്തുനിന്ന് പ്രവാചകൻ ആട്ടി ഓടിക്കും, അവർക്കിടയിൽ മറയിടും. ബിദ്അത്തുകാരുടെ പര്യാവസാനം നരകമാണെന്നാണ്. ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഹൃദയത്തിന്റെ ഭാഷയിൽ പഠിക്കുന്നവർക്കും അറിയുന്നവർക്കും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഞങ്ങളുടെ ഉത്തരവാദിത്വം, ഞങ്ങളുടെ ബാധ്യത നിർവഹിക്കാനാണ് ഈ പുറത്ത് കവലയിൽ ഇതുപോലെ ജനങ്ങളോട് സംസാരിച്ചത്. അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാ, കബൂല് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, നാളെ നിന്റെ സ്വർഗത്തിൽ ഇതുപോലെ സംഗമിക്കാൻ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, കത്തിയാടുന്ന നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങളെ ആരെയും നീ മാറ്റല്ലേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, എല്ലാം അറിയുന്ന റബ്ബേ, ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفاه وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.